ഭിന്നശേഷിയുള്ളവരെയും അവരുടെ മാതാപിതാക്കളെയും അവരെ പരിപാലിക്കുന്നവരെയും ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കുന്നവരെയും പലതരത്തിലുള്ള ഭിന്നശേഷിയെക്കുറിച്ചും അതെങ്ങനെ കൈകാര്യം ചെയ്യാമെന്നും ബോധവാന്മാരാക്കാനാണ് ഈ പരിപാടി നടത്തി വരുന്നത്. ഇന്നത്തെ സെഷനിൽ സൈൻ ലാംഗ്വേജ് പരിഭാഷ ഉണ്ടായിരിക്കുന്നതാണ്. ആവശ്യമുള്ള പാർട്ടിസിപ്പൻസ് സ്ക്രീനിൽ ശാന്തി PS പിൻ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഈ സെഷൻ ഗൂഗിൾ മീറ്റിലൂടെയും നിഷിന്റെ യൂട്യൂബ് ചാനലിലൂടെയും കാണാവുന്നതാണ്. 24ാമത് നിഡ സെഷനാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. പഠന പരിമിതി അഥവാ ലേണിംഗ് ഡിസബിലിറ്റി ഐഡന്റിഫിക്കേഷൻ ആൻഡ് അസസ്മെന്റ് എന്ന വിഷയത്തിൽ ഒരു വിശദമായ പാനൽ ചർച്ചയാണ് ഇന്നിവിടെ നമ്മൾ സംഘടിപ്പിക്കുന്നത്. പാനൽ ചർച്ച കൈകാര്യം ചെയ്യുന്നതിനായി നിഷിലെ ഏർലി ഇന്റർവെൻഷൻ ഡിപ്പാർട്ട്മെന്റ് ഫാക്കൽറ്റിയായ ദിവ്യ PS മാമിനെ സ്വാഗതം ചെയ്യുന്നു. പാർട്ടിസിപ്പൻസിന്റെ ശ്രദ്ധയ്ക്ക് ഇപ്പോൾ ചാറ്റ് ബോക്സിൽ ഒരു ലിങ്ക് ഷെയർ ചെയ്യും. അത് ഓപ്പൺ ചെയ്ത് ചോദ്യാവലി പൂരിപ്പിക്കേണ്ടതാണ്. ഇന്നത്തെ നിഡാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ദിവ്യ. ഞാൻ നിഷ് ഏർലി ഇന്റർവെൻഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഫാക്കൽറ്റിയാണ്. ഇന്ന് നമ്മൾ പഠന പരിമിതിയെക്കുറിച്ച് ഒരു വിശദമായ പാനൽ ചർച്ച സംഘടിപ്പിച്ചിരിക്കുകയാണ്. പലപ്പോഴും പ്രകടമാകാത്തൊരവസ്ഥയാണ് പഠന പരിമിതി എന്നത്. കാരണം ഇത് നമുക്ക് കാഴ്ചയിൽ മനസ്സിലാകുകയില്ല. അതുകൊണ്ട് തന്നെ അധ്യാപകർക്കും മാതാപിതാക്കൾക്കും ഇത് മനസ്സിലാക്കുവാനും സാധിക്കുന്നില്ല. ഇത് കാരണം പഠന പരിമിതിയുള്ള കുട്ടികളിൽ ഇതിന്റെ കാഠിന്യം കൂടി വരുന്നു. അതുകൊണ്ട് നമുക്ക് ഈ പഠന പരിമിതി എന്താണെന്നും അതെങ്ങനെ പരിഹരിക്കാമെന്നും അതെങ്ങനെ മറികടക്കാമെന്നതിനെ കുറിച്ചുമുള്ള ഒരു വിശദമായ പാനൽ ചർച്ചയാണ് നിഡാസിൽ 2 ഭാഗങ്ങളായി ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ആദ്യ ഭാഗത്തിൽ പഠന പരിമിതി എന്താണെന്നും നമ്മൾ സാധാരണയായി കണ്ടുവരുന്ന പരിമിതികളെ എങ്ങനെ കണ്ടെത്താമെന്നും സംസാരിക്കുന്നു. ഇന്നത്തെ സെഷനിൽ നമ്മോടൊപ്പം ചേരുന്നത് പല മേഖലകളിലെ വിദഗ്ധരാണ്. നിഷിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും ലെക്ചററുമായ ജുമിൻ മേരി ജോസഫ്, നിഷിലെ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് പാത്തോളജിസ്റ്റും സീനിയർ ലെക്ചറർ ലേണിംഗ് ഡിസബിലിറ്റി എക്സ്പേർട്ടുമായ ഡോക്ടർ അഞ്ജന AV, നിഷിലെ കോളേജ് ഓഫ് ഒക്കുപേഷണൽ തെറാപ്പിയിലെ ലെക്ചററായ റെയ്സ S. കുമാർ, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്ന മേഖലയിൽ 38 വർഷം സേവനമനുഷ്ഠിക്കുകയും 2004 ബെസ്റ്റ് ടീച്ചർ അവാർഡ് ലഭിക്കുകയും ചെയ്ത ശ്രീമതി P. തങ്കമണി ടീച്ചർ. ടീച്ചർ ഇപ്പോ ദ സീഡ് എന്നൊരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സ്ഥാപനം സ്വന്തമായി നടത്തി വരുന്നു. എന്നിവരാണ് ഇന്നത്തെ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നത്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ജുമിൻ മാമിനോടാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. പഠന പരിമിതി എന്നാൽ എന്താണ്? ഇന്നത്തെ നിഡാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ദിവ്യ. ഞാൻ നിഷ് ഏർലി ഇന്റർവെൻഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഫാക്കൽറ്റിയാണ്. ഇന്ന് നമ്മൾ പഠന പരിമിതിയെക്കുറിച്ച് ഒരു വിശദമായ പാനൽ ചർച്ച സംഘടിപ്പിച്ചിരിക്കുകയാണ്. പലപ്പോഴും പ്രകടമാകാത്തൊരവസ്ഥയാണ് പഠന പരിമിതി എന്നത്. കാരണം ഇത് നമുക്ക് കാഴ്ചയിൽ മറ്റ് പരിമിതികൾ നമ്മൾ ഫിസിക്കലായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആണെങ്കിൽ അത് നമുക്ക് കാണാൻ പറ്റും, ഒബ്സർവബിൾ ആണ്. നമുക്ക് വ്യക്തിയെ കാണുമ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് മനസ്സിലാവും. എന്നാൽ ഈ ഒരു പ്രശ്നത്തിൽ നമുക്ക് കുട്ടികൾ മറ്റു കാര്യങ്ങളെല്ലാം നന്നായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടായിരിക്കും, പഠനവുമായി ബന്ധപ്പെട്ട ഏരിയയിലായിരിക്കും ഇവർ പിന്നോക്കം പോയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പേരൻസും ടീച്ചേഴ്സും ഒക്കെ ഈ ഒരു അവസ്ഥയെപ്പറ്റി അറിയാത്ത വ്യക്തികളാണെങ്കിൽ അവരതിനെ ഒരു മടിയായിട്ടോ അലസതയായിട്ടോ ആയിരിക്കും കാണുന്നത്. മാം പറഞ്ഞു പഠന പരിമിതി പ്രകടമല്ലാത്ത ഭിന്നശേഷിയാണെന്ന്. അപ്പോൾ ഇത് രക്ഷകർത്താക്കൾക്കും മാതാപിതാക്കൾക്കും എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ സ്കൂളിൽ പോകുമ്പോഴാണ് പഠന പ്രശ്നങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചു തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് അക്ഷരങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ, അക്ഷരങ്ങൾ അവർക്ക് ഐഡന്റിഫൈ ചെയ്യാനൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ പ്രകടമായി കാണാറുണ്ട്. അത് ട്രെയിനിങ് കൊടുത്തതിന് ശേഷവും ഈ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് നമ്മൾ ഇതിനെ ഒരു പഠന പരിമിതി സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു കണ്ടീഷനായിട്ട് നമ്മളിതിനെ മനസ്സിലാക്കുകയും അതിനുവേണ്ടിയുള്ള മറ്റ് മാനേജ്മെന്റ് ലെവലിലേക്ക് പോവുകയും ചെയ്യുന്നത്. കുറച്ചുകൂടെ മുതിർന്ന ക്ലാസ്സുകളിലാണെങ്കിൽ അവർക്ക്
വായനയിലുള്ള ബുദ്ധിമുട്ടുകൾ കാണാം. വായനയിൽ സബ്സ്റ്റിറ്റ്യൂഷൻ, ഉദാഹരണത്തിന് ഇപ്പം ഹോം എന്നുള്ളതിന് പകരം അവർ ചിലപ്പോൾ ഹൗസ് എന്നായിരിക്കും വായിക്കുക. അല്ലെങ്കിൽ ചില വാക്കുകൾ അവർക്ക് അറിയാത്തത് അവർ ഗസ് ചെയ്ത് വായിക്കും. ആദ്യത്തെ അക്ഷരം കാണുമ്പോൾ തന്നെ ഇന്ന വാക്കാണെന്ന് ഗസ് ചെയ്ത് അവർ കംപ്ലീറ്റ് ചെയ്ത് വായിക്കും. ചിലപ്പോൾ വായിച്ചു പോകുമ്പോഴത്തേക്കിനും 1 ലൈനോ 2 ലൈനോ ഒക്കെ വിട്ടായിരിക്കും അവർ വായിക്കുന്നത്. തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ കണ്ടുവരാറുണ്ട്. എഴുത്തിലാണെങ്കിലും സ്പെല്ലിങ്ങിലൊക്കെ ആണെങ്കിലും മിസ്റ്റേക്കുകൾ കണ്ടുവരാറുണ്ട്. ഒരു ടോപ്പിക്കിനെ പറ്റിയൊക്കെ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അവർക്ക് ആ ഒരു സെന്റൻസ് ഒക്കെ കറക്റ്റായിട്ട് ഫോം ചെയ്ത് എഴുതുന്നതിൽ പ്രയാസം കാണാറുണ്ട്. കണക്കിലേക്ക് വരുമ്പോൾ നമുക്ക് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഡെസിമൽസ് തുടങ്ങിയ ഫങ്ഷൻസിലൊക്കെ ഇവർക്ക് പ്രയാസം കണ്ടുവരാറുണ്ട്. ഏതെല്ലാം തരത്തിലുള്ള പഠന പരിമിതികളാണ് സാധാരണയായി കണ്ടുവരുന്നത്? പഠന പരിമിതികളെ പഴയ കാലത്ത് നമ്മൾ കാറ്റഗറൈസ് ചെയ്തുകൊണ്ടിരുന്നത് ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ എന്നിങ്ങനെയാണ്. എന്നാൽ ആ കാറ്റഗറൈസേഷൻ ഇപ്പോൾ അധികം നമ്മൾ ഉപയോഗിക്കുന്നില്ല. ICD-10 പ്രകാരം സ്പെസിഫിക് ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് ഓഫ് സ്കോളസ്റ്റിക് സ്കിൽസ് എന്നാണ് പഠന പരിമിതികളെ നമ്മൾ ലേബൽ ചെയ്യുന്നത്. അതിൽ തന്നെ സ്പെസിഫിക് റീഡിംഗ് ഡിസോർഡർ, സ്പെസിഫിക് സ്പെല്ലിംഗ് ഡിസോർഡർ, സ്പെസിഫിക് ഡിസോർഡേഴ്സ് ഓഫ് അരിത്തമെറ്റിക് സ്കിൽ, മിക്സഡ് ഡിസോർഡർ ഓഫ് സ്കോളസ്റ്റിക് സ്കിൽസ് എന്നിവയുണ്ട്. ഇവയാണ് കാറ്റഗറൈസേഷൻസ്. ഇപ്പോൾ ജുമിൻ മാം പറഞ്ഞു പഠന പരിമിതി കുട്ടികളിൽ കുട്ടികളുടെ പല മേഖലകളിൽ അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. കുട്ടിയുടെ സംസാരം, ഭാഷാ വികസനം, അതുപോലെ കുഞ്ഞിന്റെ എഴുത്ത്, ഗണിതപരമായ കാര്യങ്ങളിലൊക്കെ ഒരു കുഞ്ഞിനെ അഫക്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഡോക്ടർ അഞ്ജന മാമിനോടാണ് ചോദിക്കേണ്ടത്, പഠന പരിമിതിയും സംസാര ഭാഷാ വികസനവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? തീർച്ചയായും. പഠന പരിമിതികളുള്ള കുട്ടികളിൽ സംസാര ഭാഷാ വികസനത്തിൽ ഒരു താമസം ഉണ്ടാകാറുണ്ട് സാധാരണയായി. ഡെഫിനിഷൻ അനുസരിച്ച് സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡർ എന്ന കണ്ടീഷനിൽ കുട്ടികളുടെ സംസാര ഭാഷ അല്ലെങ്കിൽ എഴുത്തുഭാഷയിൽ സാധാരണയായി ബുദ്ധിമുട്ടുകൾ കാണിക്കും എന്നാണ് പറയപ്പെടുന്നത്. ഉദാഹരണത്തിന്, ചെറിയ കുട്ടികളിൽ അവർക്ക് അക്ഷരങ്ങൾ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, അതിൻ്റെ ശബ്ദങ്ങൾ അസോസിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുക, വാക്കുകൾ വായിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക എന്നിവ സാധാരണയായി പഠന പരിമിതികൾ ഉള്ള കുട്ടികളിൽ കാണുന്നവയാണ്. ഒരു സ്റ്റേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾ ഒരുവിധം വായിക്കാൻ പഠിക്കുന്നു. എന്നാലും അവർ വായിച്ചത് എന്താണ് എന്ന് മനസ്സിലാക്കിയെടുക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു. ഈ ബുദ്ധിമുട്ടുകൾ കുട്ടികളുടെ ഭാഷാപരമായ ബുദ്ധിമുട്ടുകൾ, ഭാഷാജ്ഞാനം, ഭാഷാ പരിമിതികൾ കൊണ്ട് ഉണ്ടാവുന്നതാണ്. അതായത് റീഡിംഗ് കോംപ്രിഹെൻഷനിൽ ഈ പഠന പരിമിതികളുള്ള കുട്ടികളിൽ ഹയർ ഗ്രേഡ്സിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു അവസ്ഥ പഠന പരിമിതികളുള്ള കുട്ടികളിൽ മാത്രമല്ല, സാധാരണയായ കുട്ടികളിലും അവർ വായിച്ചത് എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ഭാഷാജ്ഞാനം വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ്. റൈസ മാമിനോടാണ് എൻ്റെ അടുത്ത ചോദ്യം. പഠന പരിമിതി കുട്ടികളുടെ ദിനചര്യയെയും സ്വഭാവത്തെയും എങ്ങനെ ബാധിക്കും? പഠന പരിമിതി എന്ന് പറയുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് ആക്ച്വലി നമ്മൾ 3 ഭാഗമായിട്ട് നമ്മൾ അത് തിരിക്കുന്നുണ്ട്. അതാണ് നമ്മൾ പറയുന്ന സെൻസറി രജിസ്ട്രേഷൻ, സെൻസറി മോഡുലേഷൻ ആൻഡ് സെൻസറി രജിസ്ട്രേഷൻ ഇന്റഗ്രേഷൻ. സോ ഇതിൽ നമ്മൾ സെൻസറി രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ കുട്ടികൾ അത് നമ്മളെ നെർവസ് സിസ്റ്റം വഴി അത് അവര് ഉള്ളിൽ ഓർഗനൈസ് ചെയ്ത് എടുത്തിട്ട് അവരത് രജിസ്റ്റർ ചെയ്തിട്ട് വേണം അത് ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ. സോ ഇൻ കേസ് അത് പ്ലാനിങ്ങിന്റെ സമയത്ത് കുട്ടികൾക്ക് ഡെയിലി ആക്ടിവിറ്റീസിൽ അതിൽ ബുദ്ധിമുട്ട് വരാം. അവർക്ക് ഇൻ കേസ് അവർക്ക് ടൈം സ്കെഡ്യൂളിംഗ്, പങ്ക്ച്വാലിറ്റി, അതേപോലെ അവർക്ക് എന്തെങ്കിലും മെമ്മറി പ്രോബ്ലംസ്, ഓർമ്മക്കുറവ് വരാം, എന്തെങ്കിലും കാര്യങ്ങൾ അവർ മിസ് ഔട്ട് ചെയ്യാം, കെയർലെസ്നെസ് ഉണ്ടാവാം. അതേപോലെ തന്നെ അവർക്ക് സ്കൂളിൽ പോയാലും അവർക്ക് വരുന്ന സെൻസറി പ്രോസസ്സിംഗ് ഇഷ്യൂസ്, അതായത് അവർക്ക് ശരിക്കും സെൽഫ് റെഗുലേഷൻ എന്ന് പറയും. അവർക്ക് ഓരോ കാര്യങ്ങൾ അവർക്ക് ഒന്ന് റെഗുലേറ്റ് ചെയ്ത് അവർക്ക് ഒന്ന് ഓർഗനൈസ് ചെയ്ത് പ്ലാൻ ചെയ്ത് എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഹോംവർക്ക് അതൊക്കെ അവർക്ക് കറക്റ്റ് കൃത്യസമയത്തിന് ചെയ്യണം, അതിനുള്ള ബുദ്ധിമുട്ടുകൾ. അതേപോലെ തന്നെ അവർക്ക് അത് പഠിച്ചെടുക്കാനും അത് വായിച്ചെടുക്കാനും അത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ചിലപ്പോൾ സ്കൂളിലാവുമ്പം ചിലപ്പോൾ ടീച്ചേഴ്സ് അത് വേറെ രീതിയിൽ കാണുമ്പോൾ അത് പണിഷ്മെന്റ്സും വേറെ കുട്ടികളായിട്ട് അത് കമ്പാരിസണും ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ് ലെവൽ കുറയാനുള്ള ചാൻസസും കാണുന്നുണ്ട്. അത് കാരണം കുട്ടികൾ കുറച്ച് മാനസികമായിട്ട് അവർക്ക് വരുന്ന ഒരു പേടിയും ഒരു ആങ്സൈറ്റിയും ഒരു ദേഷ്യവും എല്ലാം നമുക്ക് കാണാൻ പറ്റും. സോ
ഇതൊക്കെയാണ് അവർക്ക് ആ ഒരു ബുദ്ധിമുട്ടുകൾ അവർക്ക് കാണാൻ പറ്റുക. റേസ മാം ഇപ്പോൾ പറഞ്ഞു പഠനം പരിമിതിയുള്ള കുട്ടികൾക്ക് ക്ലാസ്സിൽ അവർക്ക് ഹോംവർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ടീച്ചർ ക്ലാസ്സിൽ വരുമ്പോൾ കുട്ടികളടുത്ത് ചോദ്യം ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന മാനസികമായ ബുദ്ധിമുട്ടുകൾ അവരിലത് ഒരുപാട് ആ കുഞ്ഞുങ്ങളിൽ ബാധിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ജുമിൻ മാമിനോടാണ് എൻ്റെ ചോദ്യം. പഠന പരിമിതി ഒരു കുട്ടിയുടെ മാനസികവും സാമൂഹികവുമായ വളർച്ചയെ എങ്ങനെ ബാധിക്കും? പൊതുവെ നമ്മുടെ ഒരു സിസ്റ്റം അനുസരിച്ച് പഠിത്തത്തിൽ വളരെ നന്നായിട്ട് നിൽക്കുന്ന കുട്ടികളെയാണ് ടീച്ചേഴ്സും പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പഠന പരിമിതിയുള്ള കുട്ടി പഠിത്തത്തിൽ പിന്നോക്കം നിൽക്കുമ്പോൾ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കമൻസ് ടീച്ചേഴ്സിന്റെ സൈഡിൽ നിന്നും മറ്റു കുട്ടികളുടെ സൈഡിൽ നിന്നും പേരൻസിന്റെ സൈഡിൽ നിന്നും ഒക്കെ ഇവർക്ക് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ നിരന്തരമായിട്ട് ഒരാൾ നെഗറ്റീവായിട്ടുള്ള കമൻസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അവരുടെ ഒരു സെൽഫ് എസ്റ്റീമിനെ പറ്റി സ്വയം മതിപ്പൊക്കെ കുറഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിൽ പിന്നോക്കം നിൽക്കുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ മറ്റ് അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മൾ മറന്നു പോകാറുണ്ട്. അപ്പോൾ ഇവരുടെ കോൺഫിഡൻസ് ലെവലിനെയും ചില വ്യക്തികളിൽ ഇത് എൻസൈറ്റി പോലെയുള്ള ബുദ്ധിമുട്ടുകളിലോട്ടും നയിക്കാറുണ്ട്. അപ്പോൾ മറ്റു കാര്യങ്ങളിൽ മുന്നോട്ട് വരാൻ ഇവർക്കൊരു താല്പര്യക്കുറവ് അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയൊക്കെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ജുമിൻ മാം പറഞ്ഞു പഠന പരിമിതി കൊണ്ട് ക്ലാസ്സിൽ കുട്ടികൾക്ക് ഒരുപാട് മാനസികമായിട്ടുള്ള ആൻസൈറ്റിയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായ മാമിനോടാണ് എൻ്റെ ചോദ്യം. പഠന വെല്ലുവിളി കാരണമുണ്ടാകുന്ന വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് മാം? ഇപ്പോൾ സ്പെഷ്യൽ സ്കൂളിലാണെങ്കിൽ നമുക്ക് ഒരു ക്ലാസ്സിൽ 8 കുട്ടികളാണുള്ളത്. 8 കുട്ടികളും 8 തരമുള്ള പഠന പരിമിതികളുള്ള കുട്ടികളാണ് ക്ലാസ്സിൽ വരുന്നത്. അപ്പം നമ്മൾ 8 കുട്ടികളെയും ഓരോ കുട്ടികളെയും പ്രത്യേകം അസസ് ചെയ്യുകയും ചെക്ക് ലിസ്റ്റ് വെച്ച് കുട്ടികളെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഓരോ കുട്ടികളുടെയും നിലവാരം പഠന പരിമിതി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്പെഷ്യൽ സ്കൂളിൽ വരുന്ന കുട്ടികൾക്ക് പഠന പരിമിതി മാത്രമല്ല കാണുന്നത്, അവർക്ക് മറ്റുള്ള ആക്ടിവിറ്റികൾ ചില സോഷ്യൽ ഇൻട്രാക്ഷൻ വരുന്നുണ്ട്. പ്രിയർ ഗ്രൂപ്പുമായിട്ടുള്ള കളികളിലെ കുട്ടികളുമായിട്ടുള്ള ബോൾ എടുക്കുക, ബോൾ എറിയുക, ഓടുക, ചാടുക, ഡാൻസ് ചെയ്യുക, പാട്ട് പാടുക, പടം വരയ്ക്കുക, അങ്ങനെ വിവിധ തരങ്ങളായ ആക്ടിവിറ്റികളാണ് ഒരു സ്പെഷ്യൽ സ്കൂളിൽ കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഒരേപോലത്തെ ഒരു ആക്ടിവിറ്റി നമുക്ക് കൊടുക്കാൻ മിക്ക ക്ലാസ്സിലും ബുദ്ധിമുട്ടായിരിക്കും. സ്പെഷ്യൽ സ്കൂൾ എന്ന് പറയുന്ന നമ്മുടെ ഡിവിഷൻ വെച്ചിരിക്കുന്നത് പ്രീ പ്രൈമറി, സെക്കൻഡറി, പ്രീ വൊക്കേഷൻ. ഇപ്പോൾ 18 വയസ്സ് വരെയുള്ള കുട്ടികൾ, 3 തൊട്ട് 18 വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഒരു സ്പെഷ്യൽ സ്കൂളിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം പ്രീ പ്രൈമറി ലെവലിൽ തന്നെ എടുക്കാം. പ്രീ പ്രൈമറി ലെവലിൽ വരുന്ന കുട്ടികൾക്ക് പിയർ ഗ്രൂപ്പുമായിട്ട് ചേർന്ന് പോകാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെയാണ് അവരുടെ സിറ്റിംഗ് കപ്പാസിറ്റി, ക്ലാസ്സിൽ ഇരിക്കാനുള്ള ബുദ്ധിമുട്ട്, ടീച്ചേഴ്സ് പറയുന്നത് കേട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, പെൻസിൽ ഹോൾഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, പടം വരയ്ക്കുവാണെങ്കിൽ അത് പിടിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, ആ ഏരിയ വരുമ്പോൾ നമ്മളൊക്കെ അവർക്ക് അഡാപ്ഷൻ കൊടുക്കേണ്ടി വരും. പെൻസിൽ ഹോൾഡ് ചെയ്യാൻ പറ്റാത്ത കുട്ടിക്ക് ഗ്രിപ്പുള്ള ഒരു പെൻസിൽ കൊടുത്ത് വയ്ക്കാനോ, പിന്നെ സിറ്റിംഗ് കപ്പാസിറ്റി ഇല്ലാത്ത കുട്ടികൾക്ക് കുട്ടികൾക്ക് പല ഇൻട്രസ്റ്റ് കാണും. ആ ഇൻട്രസ്റ്റ് ഉള്ള ആക്ടിവിറ്റി കൊടുത്ത് കുട്ടിയെ ഇരുത്താനും ആക്ടിവിറ്റികൾ ചെയ്യാനും പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവരുടെ ആ പിയർ ഗ്രൂപ്പിലേക്ക് അവരെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ നമുക്ക് പലതരം ആക്ടിവിറ്റികൾ അവിടെ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെയാണ് പഠന പരിമിതികൾ വരുമ്പോഴും. ഇപ്പം 8 കുട്ടികളെന്ന് ഞാൻ പറഞ്ഞ ഒരു ക്ലാസ്സിൽ 8 കുട്ടികളിലും 8 തരം പഠന പരിമിതികളായിരിക്കും. ഒരു കുട്ടിക്ക് ഒരു ലെറ്റർ കാണിച്ചാൽ അത് പറയാൻ പറ്റും, വേറൊരു കുട്ടിക്ക് അതെന്താണെന്ന് അറിയാൻ പറ്റില്ല, വേറൊരു കുട്ടിക്ക് അത് ട്രേസ് ചെയ്യാൻ പറ്റും, വേറൊരു കുട്ടിക്ക് അത് എഴുതാൻ പറ്റും. അങ്ങനെയുള്ള വിവിധ തരങ്ങളായ പരിമിതികളുള്ള കുട്ടികളാണ്. അപ്പോൾ ഇവർക്ക് വേണ്ട, ഇപ്പം ഈ സ്പെഷ്യൽ സ്കൂളിലാണെങ്കിൽ SCRTയുടെ കരിക്കുലം അനുസരിച്ചുള്ള ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. എന്നാൽ കൂടി 8 പേർക്കും 8 തരത്തിലുള്ള പഠന പ്രവർത്തനം വേണം ടീച്ചേഴ്സ് തയ്യാറാക്കാൻ. ആ പഠന പ്രവർത്തനം നമ്മൾ ഒരു മെയിൻ ഗ്രൂപ്പിൽ തയ്യാറാക്കിയാൽ കൂടി ഇതിനകത്ത് IEP ചെയ്യേണ്ടി വരും, ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ കൊടുക്കുന്ന ആക്ടിവിറ്റിയിൽ ഡെവലപ്പ് ചെയ്യാതെ വരുന്ന കുട്ടികളെ കണ്ടിട്ട് അവർക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കൊടുക്കല്ല, IEP കൊടുത്ത് അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ മാം പറഞ്ഞു വരുന്നത് ഭാഷാ പരിമിതിയുള്ള ഒരു കുട്ടി ക്ലാസ്സിലുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററിന് ഇത് ഏറെക്കുറെ പരിഹരിക്കാവുന്നതാണ്, പറ്റുന്നതാണ് ഏറെക്കുറെ.
ഏറെക്കുറെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർക്ക് പരിഹരിക്കാൻ പറ്റും. എന്നാൽ കൂടി ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർക്ക് ആ ഭാഷാ വൈകല്യം ഏറെക്കുറെ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സ്പെഷ്യൽ സ്കൂളിൽ തന്നെ സ്പീച്ച് തെറാപ്പിസ്റ്റ് ഉണ്ട്. അപ്പോൾ അവരുടെ സേവനം നമ്മൾ കണ്ടെത്തുകയും കുട്ടിയെ തെറാപ്പിയിലേക്ക് വിടുകയും വേണം ചെയ്യേണ്ടത്. തങ്കമണി മാം പറഞ്ഞു, ഇപ്പോൾ ഭാഷാ പരിമിതിയുള്ള കുട്ടികൾക്ക്, എല്ലാ കുട്ടികൾക്കുമല്ല, ചില കുട്ടികൾക്ക് അവരുടെ സ്പീച്ചിനെ അത് ബാധിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഡോക്ടർ അഞ്ജന മാമിനോടാണ്, ഇങ്ങനെയുള്ള കുട്ടികൾക്ക് സംസാരത്തിലോ കേൾവിയിലോ എന്തെങ്കിലും പ്രശ്നങ്ങൾ അനുഭവപ്പെടാറുണ്ടോ? സാധാരണയായി പഠന പരിമിതികളുള്ള കുട്ടികളുടെ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ അനുസരിച്ച് അവരുടെ കേൾവി അല്ലെങ്കിൽ കാഴ്ച, അങ്ങനെ യാതൊരുവിധ പരിമിതികളും ആ കുട്ടികൾക്ക് പഠന പരിമിതി എന്നുള്ള ഒരു ഡയഗ്നോസിസ് വരണം എന്നുണ്ടെങ്കിൽ ഉണ്ടാകാൻ പാടില്ല. അത് കാഴ്ചക്കുറവ് സാധാരണ എല്ലാ കുട്ടികളിലും കാണാറുണ്ട്. പക്ഷെ അത് കറക്റ്റഡ് വിഷൻ ആണ് എന്നുണ്ടെങ്കിൽ, എന്നിട്ടും ആ കുട്ടികളിൽ പഠനത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പഠന പരിമിതി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് പോകുന്നത്. സാധാരണയായി കേൾവിക്കുറവുള്ള കുട്ടികളുടെ പേരൻസ് പഠനത്തിൽ അവർ പിന്നോക്കം നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് സാധാരണയായി നമ്മളുടെ അടുത്ത് വരാറുണ്ട്. അപ്പം ആ കുട്ടികൾക്ക് അവരുടെ സെൻസറി പെർസെപ്ഷൻ കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ് അവരുടെ പഠനത്തിൽ അവർക്ക് മുന്നോട്ട് വരാൻ പറ്റായിക വരുന്നത്. ആ ഒരു കണ്ടീഷനിൽ നമ്മൾ അവരെ പഠനത്തിൽ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള ഒരു കണ്ടീഷനാണ് അവർക്ക് ലേബൽ ചെയ്യപ്പെടുന്നത്. അതൊരു പഠന പരിമിതി എന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് വരുന്നില്ല. രണ്ടാമതായി, കുട്ടികൾക്ക് സ്പീച്ചിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ടോ? വളരെ സാധാരണയായി ഈ കുട്ടികളിൽ സ്പീച്ചിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. അത് ഒരു സ്കൂളിൽ പോകുന്ന കുട്ടിയാകണം എന്നില്ല. വളരെ നേരത്തെ തന്നെ ഈ ഒരു സംസാരത്തിൽ അല്ലെങ്കിൽ വ്യക്തതക്കുറവ് ഉണ്ടാകുന്ന കുട്ടികളിൽ റിസർച്ച് അനുസരിച്ചിട്ട് കൂടുതലായും പഠന വൈകല്യം വരാനുള്ള ചാൻസസ് കൂടുതലാണ് എന്നാണ് കാണിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ പഠന വൈകല്യമുള്ള കുട്ടികളിൽ ചെറിയ രീതിയിലുള്ള വളരെ മൈന്യൂട്ടായിട്ടുള്ള മോട്ടോറിക് ഇഷ്യൂസ് ഉണ്ടാകാനും അതുവഴി അവരുടെ സംസാരത്തിൽ വ്യക്തതക്കുറവ് ഉണ്ടാകാനും ഉള്ള ചാൻസസ് കൂടുതലാണ്. റേസ മാമിനോടാണ് എൻ്റെ ചോദ്യം. ശാരീരിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് പഠന പരിമിതി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണോ? അങ്ങനെയല്ല. ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾക്ക് ലേണിംഗ് ഡിസബിലിറ്റി വരാം എന്നല്ല. ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് ചിലപ്പം ഈ സെൻസറി പ്രോസസ്സിംഗ് ഇഷ്യൂസോ അത് കാരണം ഒരു ഗ്രോസ് മോട്ടോർ ആൻഡ് ഫൈൻ മോട്ടോർ ഡിഫിക്കൽട്ടീസ് എന്ന് പറയുന്ന നമ്മൾ ബാലൻസോ അല്ലെങ്കിൽ അവർക്ക് കറക്റ്റായ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ വരാം. അവരെ പ്ലാനിങ്ങും ഓർഗനൈസേഷൻ സ്കിൽസ് അവർക്ക് തെറ്റിച്ച് വരുന്ന സമയത്ത് അവർക്ക് ഓരോ കാര്യങ്ങൾ അവർക്ക് ഒരു ചെറിയ ട്രമർ വരാൻ ചാൻസസ് ഉണ്ട്. സോ അത് കാരണം അവർക്ക് എഴുതുമ്പോഴോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അതേപോലെ തന്നെ അവരെ ഗ്രോസ് മോട്ടോർ സ്കിൽസ് എന്ന് പറയുന്ന അവർ ഓടുന്നതോ അല്ലെങ്കിൽ അവർ ചാടുമ്പോഴോ ആ സമയത്ത് ഒരു ചെറിയ ഇംബാലൻസ് വരാം. അതേപോലെ തന്നെ ഒരു ചെറിയ ക്ലംസിനെസ് കാണാൻ പറ്റും. അത് അപ്രോപ്രിയേറ്റ് ആയിരിക്കില്ല. സോ അതുപോലെയുള്ള ചില ബുദ്ധിമുട്ടുകൾ നമുക്ക് കുട്ടികളുടെ അടുത്ത് നിന്ന് കാണാൻ പറ്റും. ജുമിൻ മാമിനോടാണ്, മറ്റേതെങ്കിലും തരത്തിലുള്ള ഭിന്നശേഷി ഉള്ള കുട്ടികൾക്ക് പഠന പരിമിതി വരാനുള്ള സാധ്യതയുണ്ടോ? പഠന പരിമിതിയുള്ള ചില കുട്ടികളിൽ ചിലപ്പോൾ ADHD, കോണ്ടാക്ട് ഡിസോർഡർ പോലെയുള്ള കണ്ടീഷൻസ് ചേർന്ന് വരുന്നതായിട്ട് നമുക്ക് കാണാറുണ്ട്. മാം, ഇതെല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്. പഠന പരിമിതി പാരമ്പര്യമാണോ, പാരമ്പര്യമായി അത് കണ്ടുവരുന്നുണ്ടോ എന്നുള്ളത്? പാരമ്പര്യമായും കണ്ടുവരാറുണ്ട്. ചിലപ്പോൾ നമ്മൾ കേസ് ഡീറ്റെയിൽസ് ഒക്കെ എടുക്കുമ്പോൾ പേരൻസ് പറയാറുണ്ട്, ഇവളുടെ അല്ലെങ്കിൽ ഇവന്റെ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ എനിക്കും ചെറുപ്പത്തിലുണ്ടായിരുന്നു, എനിക്കും വായിക്കാനും എഴുതാനും ഒക്കെ പ്രയാസം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പഠിത്തത്തിൽ ഞാൻ പിന്നോക്കം നിൽക്കുകയായിരുന്നു. ചിലപ്പോൾ അന്ന് ഡയഗ്നോസിസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാനും ഈ ഒരു കാറ്റഗറിയിൽ പെട്ടേനെ എന്നൊക്കെ ചില പേരൻസ് നമ്മളോട് ഷെയർ ചെയ്യാറുണ്ട്. അഞ്ജന മാമിനോടാണ്, പഠന പരിമിതി നിർണ്ണയിക്കുന്നതിൽ ഒരു സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിസ്റ്റിന്റെ പങ്ക് എന്താണ്? പഠന പരിമിതി നിർണ്ണയിക്കുന്നതിൻ്റെ ഭാഗമായുള്ള ലാംഗ്വേജ് ഇവാലുവേഷൻ, അതായത് കുട്ടികൾക്ക് എത്രത്തോളം ഭാഷാപരമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, അവർക്ക് എത്രത്തോളം ഭാഷാപരമായ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതായത് റിസെപ്റ്റീവ് ലാംഗ്വേജ് ആൻഡ് എക്സ്പ്രസീവ് ലാംഗ്വേജ്. ഇത് സാധാരണയായി പഠന പരിമിതി നിർണ്ണയിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു സ്പീച്ച് പത്തോളജിസ്റ്റ് ചെയ്യാറുണ്ട്. ഇതിനേക്കാൾ ഉപരിയായി ഈ പ്രോബ്ലംസ് പഠന പരിമിതിയുള്ള കുട്ടികളുടെ
ഏർലി ഐഡൻറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു റിസ്ക് ഉണ്ട് ചില കുട്ടികൾക്ക്. ഉദാഹരണത്തിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസാരത്തിൽ വ്യക്തതക്കുറവുള്ള കുട്ടികൾ, ഭാഷാ വികസനത്തിൽ പ്രോബ്ലംസ് ഉള്ള ഡിലേ ഉള്ള കുട്ടികൾ, അവരിലൊക്കെ തന്നെ ഈ ഒരു ചാൻസ് അല്ലെങ്കിൽ റിസ്ക് ഓഫ് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് കൂടുതലാണ്. അപ്പം അങ്ങനെയുള്ള കുട്ടികളെ വളരെ നേരത്തെ തന്നെ അവരിൽ അങ്ങനെ ഒരു റിസ്ക് ഉണ്ടോ എന്നുള്ളത് വളരെ നേരത്തെ തന്നെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഒരു സ്പീച്ച് പത്തോളജിസ്റ്റ് മെയിൻ ആയിട്ട് റോൾ വഹിക്കുന്നുണ്ട്. എല്ലാ കുട്ടികളും, അതായത് ഭാഷാപരമായുള്ള ഡെവലപ്മെന്റിൽ താമസം അല്ലെങ്കിൽ ഡിലേ ഉണ്ടാകുന്ന എല്ലാ കുട്ടികളും, അല്ലെങ്കിൽ സംസാരത്തിൽ വ്യക്തതക്കുറവുണ്ടാകുന്ന എല്ലാ കുട്ടികളും പഠന പരിമിതികളുള്ള കുട്ടികളാകണം എന്നില്ല. പക്ഷേ മെജോറിറ്റി ഉള്ള കുട്ടികളിൽ ഇങ്ങനെ ഒരു റിസ്ക് ഫാക്ടർ കിടക്കുന്നത് കൊണ്ട് അതിനനുസരിച്ചുള്ള ആക്ടിവിറ്റീസ് സ്പീച്ച് തെറപ്പിയുടെ പാർട്ടായിട്ട് തന്നെ ഇൻക്ലൂഡ് ചെയ്ത്, വളരെ നേരത്തെ തന്നെ ഇൻക്ലൂഡ് ചെയ്ത് ആ ഒരു റിസ്കിനെ കുറയ്ക്കാനായിട്ട് ഒരു സ്പീച്ച് പത്തോളജിസ്റ്റിന് ശ്രമിക്കാവുന്നതാണ്. പഠന പരിമിതി എന്താണെന്നും അതെങ്ങനെ തിരിച്ചറിയാം എന്നുമുള്ള ഇന്നത്തെ സെഷൻ എല്ലാവർക്കും പ്രയോജനപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഒപ്പം നമ്മുടെ സംശയങ്ങൾക്ക് വളരെ നന്നായി ഉത്തരങ്ങൾ നൽകിയ എല്ലാ വിദഗ്ധർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇനി നിഡാസ് അടുത്ത ഭാഗത്തിൽ പഠന പരിമിതിയുടെ പരിഹാര മാർഗങ്ങളും പരിശീലന രീതികളും എന്തെല്ലാമാണെന്നും പഠന പരിമിതി നേരിടുന്നവർക്കായുള്ള നിയമങ്ങളും ആനുകൂല്യങ്ങളും എന്തെല്ലാമാണെന്നും എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. പാർട്ടിസിപ്പൻസിന്റെ ശ്രദ്ധയ്ക്ക് വീണ്ടും ചാറ്റ് ബോക്സിൽ ഒരു ചോദ്യാവലി നമ്മൾ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഫില്ല് ചെയ്യുക. അതുപോലെ തന്നെ ഡിസ്കഷനുള്ള സമയമാണ്. പാർട്ടിസിപ്പൻസിന് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം കൂടെയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ചോദ്യങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇപ്പം അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അതല്ല എങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. ഹലോ മാം, കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം, ചോദിച്ചോളൂ. മാം, ഞാൻ ഭാഗ്യ. ഞാൻ സെന്റ് ജോസഫ്സ് കോളേജ് ഫോർ വിമൺ ആലപ്പുഴയിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്, ഹോം സയൻസിലെ. അപ്പൊ നമ്മളിപ്പോ നേരിടുന്ന ഒരു ബുദ്ധിമുട്ട് എന്താന്ന് വെച്ചാൽ, നമ്മളിപ്പോ ഒരു ഹയർ ലെവലാണല്ലോ BSc MSc എന്ന് പറയുന്നത്. അപ്പോ ഈ നമ്മുടെ ക്ലാസ്സിൽ ഈ പറഞ്ഞതുപോലെ ചില സമയങ്ങളിൽ നമ്മുടെ BSc ബാച്ചിൽ കുട്ടികൾ കുറവാണ്. ഇപ്പം ഒരു 8 കുട്ടികളുണ്ട്. ചില സമയത്ത് അങ്ങനെയല്ല, ഒരു 30 കുട്ടികളോളം ഉണ്ട്. അപ്പൊ ഇപ്പം നമ്മുടെ വന്നിട്ടുള്ള ബാച്ചിൽ ഒരു കുട്ടിക്ക് ഹിയറിംഗ് ഇമ്പയർമെന്റ് ഉള്ള കുട്ടിയാണ്. അങ്ങനെ തന്നെയാണോ ആ ടേം പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണോ ഇപ്പം നമ്മുടെ ഇതിൽ പറയാൻ പാടുള്ളത്? ഹിയറിംഗ് ഇമ്പയർമെന്റ് എന്ന് തന്നെയാണോ? 75% ഹിയറിംഗ് ഇമ്പയർമെന്റ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോ ബാക്കിയുള്ള കുട്ടികൾ ഈ പറഞ്ഞ പോലെ നോർമൽ ആയിട്ടുള്ള കുട്ടികളാണ്. അപ്പൊ ഈ കുട്ടി വന്നപ്പോഴേ അതിന് സംസാരിക്കാനും ഒക്കെ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, ഒരു പേടി, അങ്ങനെ ബുദ്ധിമുട്ട്. അപ്പൊ പഠിത്തത്തിലും ഇപ്പൊ നമ്മൾ നോക്കിയപ്പോ നമ്മൾ സ്പെഷ്യലായിട്ട് റെമഡിയൽ ഒക്കെ കൊടുത്തെങ്കിൽ പോലും കുട്ടിക്ക് പാസ്സാവാനൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോ നമ്മൾ ഈ കുട്ടിയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ ക്ലാസ്സിലുള്ള കുട്ടികളൊക്കെ ആണെങ്കിലും മാക്സിമം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് അറിയേണ്ടത്, ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മളിപ്പോ ഈ കൂടുതൽ കെയർ കൊടുക്കുമ്പോൾ അത് അവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുമോ? എങ്ങനെയാണ് അതിന്റെ ആ ഒരു സൈക്കോളജി? കാരണം നമ്മൾ അങ്ങനത്തെ കുട്ടികളെ ഡീൽ ചെയ്യാത്തതുകൊണ്ട് നമുക്ക് അറിയില്ല അവരുടെ മാനസികമായിട്ടുള്ള ചിന്തകൾ എങ്ങനെയാണ് പോകുന്നതെന്നുള്ളത്. ഓക്കെ, അഞ്ജന മാം ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യും. മാം പ്ലീസ്. മാം കേൾക്കാവോ? ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഓക്കെ. ഈ ഹിയറിംഗ് ഇമ്പയർഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് സാധാരണയായി അവർ സ്കൂൾ ഹയർ എഡ്യൂക്കേഷൻ പോകുമ്പോഴത്തേക്കും നമ്മൾ ഈ പറഞ്ഞ റെമഡിയൽ എഡ്യൂക്കേഷൻ കൊടുക്കുക തന്നെയാണ് വേണ്ടത്. അത് ക്വസ്റ്റ്യൻ ചോദിച്ചത് അവർക്കൊരു ഹാംഫുൾ ആകുന്ന ഒരു കണ്ടീഷൻ ആണോ എന്നല്ലേ അങ്ങനെ റെമഡിയൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്? അതെ, റെമഡിയൽ കൊടുക്കുന്ന പോലെ അവരെ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്നു മറ്റു കുട്ടികളെക്കാളും. അപ്പൊ അത് അവർക്ക് എങ്ങനെയാണ് അവർ എടുക്കുന്നതെന്ന് നമുക്ക് അറിയത്തില്ല. ഇനി അവരെ ഡിഫറെന്റ് ആയിട്ട് കാണുന്നു എന്നാണോ അവര് ഫീൽ ചെയ്യുന്നത്, അതെ അവരെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണോ അവര് അത് എടുക്കുന്നതെന്നും നമുക്ക് സംശയമുണ്ട്. ഓക്കെ. അപ്പം അവിടെ കോളേജില് കുട്ടികളുമായിട്ട് മെന്റി അങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാംസ് അവൈലബിൾ ആണോ? ഉണ്ട്. അത് നമ്മൾ നോർമൽ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റെമഡിയൽ മാത്രം അഡീഷണൽ കൊടുക്കുന്നു.
ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ആ മെന്ററിന് ഈ കുട്ടിയുമായിട്ട് ഒന്ന് പേഴ്സണലി സംസാരിച്ച് ഒരു പ്രോപ്പർ കൗൺസിലിംഗ്, ആ കുട്ടിയുടെ അണ്ടർസ്റ്റാൻഡിങ്, ഓരോ കുട്ടികളും അതിനെ എടുക്കുന്ന രീതി ഡിഫറെന്റ് ആയിരിക്കും. ചില കുട്ടികൾ അത് ഓക്കെ, അത് നല്ല രീതിയിൽ എടുക്കുന്ന കുട്ടികൾ ഉണ്ടായിരിക്കും. അപ്പം എനിക്ക് ആ കുട്ടിയെ പേഴ്സണലി അറിയാത്തത് കൊണ്ട് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ഒരു ജനറൽ ഒരു സജഷൻ പറയുക ബുദ്ധിമുട്ടാവും. അപ്പൊ ഈ ഒരു മെന്ററിന്റെ അടുത്ത് ഒന്നുകൂടെ സംസാരിച്ച് ഓപ്പൺ ആയിട്ട് സംസാരിച്ച് ആ കുട്ടിയുടെ സൈക്കോളജി എന്താണ്, അതിനെ ആ കുട്ടി എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിന്റെ പേരൻസുമായിട്ടും വേണമെങ്കിൽ ഒന്നുകൂടെ സംസാരിക്കാം ഡെഫിനറ്റ്ലി. പക്ഷെ ആ കുട്ടിക്ക് ഒരു ഹെൽപ്പ് വേണ്ടി വരും എന്നുള്ളത് ഫാക്റ്റ് ആണോ? നമുക്ക് ആ കുട്ടിക്ക് ഒരു ഹെൽപ്പ് എന്തായാലും റെമഡിയിൽ, അതിപ്പോ നമ്മളുടെ നോർമൽ ആയിട്ടുള്ള കുട്ടികളായാൽ പോലും അവര് ബാക്ക്വേർഡ് ആയിട്ട് നിൽക്കുവാണെങ്കിൽ നമ്മൾ റെമഡിയിൽ എഡ്യൂക്കേഷൻ കൊടുക്കാറുണ്ടല്ലോ. അപ്പം ഈ കുട്ടിക്ക് അവരുടെ അതിൽ കൂടുതലായിട്ടുള്ള ഒരു ഹെൽപ്പ് ഡെഫിനറ്റ്ലി വേണ്ടി വരും. പക്ഷേ അത് ആ കുട്ടി എടുക്കുന്ന രീതി, അതിപ്പം റോങ് ആയിട്ടുള്ള ഒരു പെർസെപ്ഷൻ ആണ് ആ കുട്ടിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു കൗൺസിലിംഗ് സെഷനിലൂടെ നമ്മളൊന്ന് മാറ്റിയെടുത്ത് അതൊരു പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് കുട്ടിക്ക് വരുത്തേണ്ടത് ആവശ്യമാണ്. ഓക്കെ മാം, താങ്ക് യു. അതുപോലെ കുട്ടിയുമായിട്ടും പേരൻസുമായിട്ടും ഒന്ന് സംസാരിച്ച് നോക്കുക എന്താണ് അത്. എന്നിട്ട് കുട്ടിക്ക് അതൊരു തെറ്റായ ധാരണയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതൊന്ന് കൗൺസിലിംഗ് സെഷൻസ് അറ്റൻഡ് ചെയ്ത് പ്രോപ്പർ ആയിട്ടൊന്ന് കൺവിൻസ് ആക്കുക. ഓക്കെ മാം, അതുപോലെ ഈ കോളേജ് ലെവലിലൊക്കെ ഇങ്ങനത്തെ ഇതിനെന്തെങ്കിലും ടൂൾസ് ഉണ്ടോ നമുക്കിത് മനസ്സിലാക്കാനായിട്ട്, ഇവർക്ക് ഈ ഡിസബിലിറ്റീസ് ഉണ്ടെന്നുള്ളത്? കാരണം അങ്ങനെയാണെങ്കിൽ നമുക്ക് വരുമ്പോൾ തന്നെ സ്ക്രീൻ ചെയ്തിട്ട് അങ്ങനെയുള്ള കുട്ടികളെ ഒന്ന് കാറ്റഗറൈസ് ചെയ്തിട്ട് നമുക്ക് അവർക്ക് വേണ്ട ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. കാരണം മിക്കവർക്കും വൈകല്യമാണോ മാഡം ഉദ്ദേശിക്കുന്നത്? എന്തോ പഠന വൈകല്യമാണോ മാഡം ഉദ്ദേശിക്കുന്നത്? പഠന വൈകല്യം. ഓക്കെ, പഠന വൈകല്യം ഉള്ളതിന് യൂഷ്വലി സ്കൂൾ ഗ്രേഡിൽ തന്നെ അവര് ആ ഒരു കണ്ടീഷൻസ് ഹലോ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ ഡിസ്റ്റർബൻസ് മാറി. ഓക്കെ. യൂഷ്വലി ഈ പഠന വൈകല്യമുള്ള കുട്ടികൾ വളരെ നേരത്തെ തന്നെ, ഉദ്ദേശം ഒരു അപ്പർ പ്രൈമറി സ്കൂൾ തന്നെ ആകുമ്പോഴത്തേക്കും പേരൻസ് തന്നെ അവർക്കൊരു പ്രോബ്ലം ഉണ്ട് എന്ന് പറഞ്ഞ് അത് ഇന്റർവെൻഷൻ അറ്റൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനുശേഷം തെറപ്പി ചെയ്ത് ഒരു ഹൈസ്കൂളൊക്കെ ആകുമ്പോൾ യൂഷ്വലി അവരൊരു സർട്ടിഫിക്കറ്റ് അവൈൽ ചെയ്തിട്ടുണ്ടാവും. ബിക്കോസ് അവർക്ക് അവിടെ കുറെ ഇളവുകൾ കിട്ടുന്നുണ്ടല്ലോ, കൺസെഷൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ കുട്ടികളെ നേരത്തെ ശരിക്കും പഠന വൈകല്യം അല്ലെങ്കിൽ പഠന പരിമിതികളുള്ള കുട്ടികളെ നമുക്ക് നേരത്തെ ഐഡന്റിഫൈ ചെയ്യാം. പിന്നെ ഈ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് ഡയഗ്നോസ് ചെയ്യാനായിട്ടുള്ള ടൂൾസ് ഒന്നും നമുക്ക് ഇപ്പം അവൈലബിൾ അല്ല. അത് വേറൊന്നുമില്ല, പഠന പരിമിതി അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി എന്നുള്ള കണ്ടീഷൻ ഡയഗ്നോസ് ചെയ്യാനായിട്ടും നേരത്തെ തന്നെ നമുക്ക് പറ്റും. പക്ഷെ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നത്, ആ പിന്നോക്കം നിൽക്കുക എന്ന് പറഞ്ഞത് പല കാരണങ്ങൾ കൊണ്ട് ഒരു കുട്ടി പിന്നോക്കം നിൽക്കാം. ഇപ്പൊ ഈ പറഞ്ഞ ഹിയറിംഗ് പ്രോബ്ലം ഉള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടി, അതുപോലെ തന്നെ ശരിയായ രീതിയിൽ എഡ്യൂക്കേഷൻ ട്രെയിനിങ് പ്രോപ്പറായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കിട്ടാതെ കുട്ടികൾ പഠനത്തിൽ പിന്നോക്കം പോകാം. അത് എന്ന് പറയുന്നത് ഒരു പ്രത്യേകമായ ഒരു കാറ്റഗറി ആണ്. അതിപ്പോ നമ്മുടെ ഈ പഠന ലേണിംഗ് ഡിസബിലിറ്റി എന്ന് അല്ലെങ്കിൽ സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് അത് വരുന്നില്ല. അവരുടെ ഇതിൽ കറക്റ്റായിട്ട് അവർ പറയുന്നുണ്ട്, പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് ഒക്കെ കിട്ടിയതിന് ശേഷവും ഒരു കുട്ടിക്ക് പഠനത്തിൽ പിന്നോക്കം നിൽക്കുകയാണെങ്കിലാണ് നമ്മൾ ഈ ഒരു പഠന ലേണിംഗ് ഡിസബിലിറ്റി അല്ലെങ്കിൽ റീസെന്റ് പറയുകയാണെങ്കിൽ സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലോട്ട് വരിക. അപ്പം ഈ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ പ്രത്യേകിച്ച് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഇപ്പോൾ നമ്മുടെ നിലവിൽ നമ്മുടെ കയ്യിൽ നമുക്ക് അങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള ടൂൾസ് എന്റെ അറിവിൽ ഇല്ല. ഓക്കെ മാം, ഞാൻ പറഞ്ഞ ഈ തിരിച്ചെഴുതുന്ന അങ്ങനെയുള്ള കുട്ടികൾ ഈ വലിയ ഏജിൽ വരുന്നുണ്ട്. പക്ഷെ അവരങ്ങനെ സർട്ടിഫിക്കറ്റ്സ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. പക്ഷെ അവർ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. കാരണം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ എഴുതുമ്പോൾ തലതിരിച്ചാ എഴുതുന്നത്, മനസ്സിലായില്ലേ? പക്ഷെ എങ്ങനെയൊക്കെ പാസ്സായി പോകുന്നുണ്ട്. പിന്നെ അല്ലാത്ത കാര്യങ്ങളിലൊന്നും പ്രശ്നമില്ല. അപ്പൊ അത് പാരന്റ്സ് അറിഞ്ഞിട്ട് ഹൈഡ് ചെയ്ത് വെക്കുന്നതാണോ എന്ന് എനിക്ക് അറിയില്ല. കാരണം ഇത്രയും വലിയ കുട്ടികളൊക്കെ ആയിട്ടും അതുണ്ട്, മനസ്സിലായില്ല, ഇങ്ങനെ തലതിരിച്ച് എഴുതുകയാണ്. അപ്പം അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അത് ചില കുട്ടികളുടെ കേസിൽ. അപ്പൊ പക്ഷെ ഇതാണ് പ്രോബ്ലം, അവരത് ഒരു വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. ഓക്കെ, അത് മിക്കവാറും മോസ്റ്റ്ലി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർ ഡയഗ്നോസ്ഡ് ആകാതെ പോയിട്ടുണ്ടാവുന്ന കുട്ടികളായിരിക്കാം. അവരെ ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്ക് റെഫർ ചെയ്ത് ഇതിന്റെ ഇവാലുവേഷൻ ചെയ്ത് സർട്ടിഫിക്കറ്റ്സ് അവൈൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ആ ഒരു സജഷൻ മാഡത്തിന് സ്വീകരിക്കാവുന്നതാണ്. ആ പ്രായത്തിൽ മാറ്റാൻ പറ്റുമോ? ഇത്രയും വലുതായിട്ട് പിന്നെ നമുക്കത് അത് ഡിഫിക്കൽട്ട് ആയിരിക്കാം. പക്ഷെ അവർക്കൊരു ഡയഗ്നോസിസ് കിട്ടുകയാണെങ്കിൽ, ഒരു സർട്ടിഫിക്കറ്റ് അവൈൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ കുറെ കൺസെഷൻസ് അവർക്ക് അതിന്റെ ഇതിൽ കിട്ടുന്നുണ്ട്, എക്സാംസിലും ഒക്കെ.
ഈ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് വരുന്നതും ഒക്കെ കറക്റ്റ് കൺസിഡർ ചെയ്യാതിരിക്കാനും ഒക്കെ ഉള്ള കുറെ കൺസെഷൻസ് അവർക്കുണ്ട്. അപ്പൊ അങ്ങനെ ഇത്രയും ഇങ്ങനെ യൂഷ്വലി ഇങ്ങനെയുള്ള പ്രോബ്ലംസ് എഴുതുക എന്നൊക്കെ പറയുന്ന പ്രോബ്ലംസ് ആ ഒരു ഏജിൽ കാണാൻ വളരെ കുറവാണ്. അപ്പം ആ ഒരു ഐഡന്റിഫൈ ചെയ്യാൻ മിസ്സായിട്ടുള്ളതായിരിക്കാം എന്ന് തോന്നുന്നു. അവരെ ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്ക് ഒന്ന് റെഫർ ചെയ്ത് ഒരു അസസ്മെന്റ് ചെയ്യുന്നത് നന്നായിരിക്കും. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. ഹലോ മാം. ചോദിച്ചോളൂ. ഹലോ മാം, ഞാൻ പട്ടാമ്പിന്നാണ് പറയണതേ, പട്ടാമ്പിയോ. അപ്പൊ എന്റെ ബ്രദറിന് ഒരു മോളുണ്ട്. അപ്പൊ അവൾക്ക് ഇപ്പൊ 6 വയസ്സായി. അപ്പൊ അവൾ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളൊരു സ്ഥലത്ത് അങ്ങനെ ഒതുങ്ങിയിരിക്കുക വെച്ചാൽ ഇപ്പൊ അവളുടെ പ്രായത്തിലുള്ള കുട്ടികളോടൊപ്പം അവൾ എവിടെയെങ്കിലും കളിസ്ഥലങ്ങളിൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അവൾ വേഗം എല്ലാ സ്ഥലങ്ങളിലും ഓടി ആദ്യം എത്തും. പലയിടത്തായിരിക്കും കാണുക. അപ്പൊ പിന്നെ കൂടാതെ അവൾക്ക് സംസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവാൻ കുറച്ച് ബുദ്ധിമുട്ടാ. സംസാരിക്കുന്നുണ്ട്, അവളുടെ കാര്യങ്ങളിലൊക്കെ അവള് ആക്റ്റീവാണ്, അതൊന്നും കുഴപ്പമില്ല. എഴുത്തിലോ അല്ലെങ്കിൽ സംസാരത്തിലോ ഒന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ അത് എന്തുകൊണ്ടാണ് മാം അങ്ങനെ വരാൻ കാരണം? അത് പേരൻസിന്റെ വല്ല കൺട്രോളിന്റെ കുറവ് കൊണ്ടാണോ? എന്തുകൊണ്ടാണ്? അത് പാരമ്പര്യമായിട്ടുള്ള വല്ല ജനറ്റിക് പരമായ കാര്യങ്ങൾ കൊണ്ടാണോ? നമ്മളുടെ സൈക്കോളജിസ്റ്റ് ജുമിൻ മാം ഉണ്ട്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. മാം ഈ ചോദ്യത്തിൽ നിന്ന് ഉത്തരം പറയാൻ പറ്റുമോ? ഹലോ ഹലോ മാം, ഓഡിബിൾ ആണോ? അതെ കേക്കാം. ഓക്കെ. സോ മാം ചോദിച്ചത് 2 കാര്യങ്ങളാണ്. ഒന്ന്, കുട്ടിക്ക് അടങ്ങിയിരിക്കാനുള്ള പ്രയാസം അല്ലെ, പിരിപിരിപ്പ് ഉണ്ടെന്നുള്ളത് പറഞ്ഞു. അതുപോലെ ഭാഷാപരമായ ഒരു ബുദ്ധിമുട്ടും പറഞ്ഞു. അപ്പൊ നമ്മൾ അത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പിരിപിരിപ്പ് പോലെയുള്ള ബുദ്ധിമുട്ടുകൾക്ക് നമ്മൾ ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള ക്ലിനിക്കൽ അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ സൈക്കോളജിസ്റ്റിന്റെ ഒരു ഇവാലുവേഷൻ എടുക്കേണ്ടത് ആവശ്യമാണ്. സംസാരവുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജിസ്റ്റിന്റെ ഇവാലുവേഷനും ആവശ്യമാണ് ഈ കുട്ടിക്ക്. അപ്പൊ കുട്ടി ഇവാലുവേറ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം, അത് പേരൻസിന്റെ കൺട്രോൾ കുറവ് കൊണ്ടല്ല ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ സാധാരണഗതിയിൽ ഉണ്ടാകുന്നത്. അപ്പോ മറ്റു രീതിയിലുള്ള ന്യൂറോ ഡെവലപ്മെന്റൽ ആസ്പെക്ടുകളൊക്കെ കണക്റ്റഡ് ആണ് അമിത പിരിപിരിപ്പിലൊക്കെ. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് അതിന്റെ ഒരു ഇവാലുവേഷൻ എടുത്ത് നോക്കണം. അത് എങ്ങനെയാന്നുള്ളത് നോക്കിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള മാനേജ്മെന്റ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. എന്താ പറയുക, അവളിപ്പോ പ്രീ പ്രൈമറി CBSE സിലബസ് ആണ്, ബാംഗ്ലൂരാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് LKG. അപ്പൊ ഇപ്പൊ അവര് എറണാകുളത്തേക്ക് ട്രാൻസ്ഫർ ആയത് UKG ചേർത്തിട്ടുണ്ട്, CBSE സ്കൂളിലാണ് ചേർത്തിട്ടുണ്ട്. അപ്പൊ അവളുടെ ഭാഷയൊക്കെ അവള് ഇംഗ്ലീഷ് നന്നായിട്ട് പാട്ടുപാടലും സ്റ്റോറി പറയലും എല്ലാം അവള് ചെയ്യുന്നുണ്ട്, ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അവളുടെ ആ സംസാരത്തിൽ കുറച്ച് വെപ്രാളം കൂടുതലാ. പിന്നെ അവള് അടങ്ങി നമ്മളൊരു സ്ഥലത്ത് ഇരിക്കുമ്പോ അവൾ അങ്ങനെ അടങ്ങിയിരിക്കില്ല. പല സ്ഥലങ്ങളിൽ കുട്ടികളൊപ്പം കളിക്കുന്നുണ്ടെങ്കിലും പല സ്ഥലങ്ങളിൽ ഓടിപ്പോവുള്ളൂ. ഒതുങ്ങിയിരിക്കാൻ പറഞ്ഞാൽ ഒതുക്കി ഇരുത്താൻ കുറച്ച് ബുദ്ധിമുട്ടാ. പിന്നെ പറഞ്ഞ അവൾക്ക് കേൾക്കായ അവളുടെ കാര്യങ്ങൾ ചെയ്യായ ഒന്നുമില്ല, അതിലൊക്കെ അവൾ ആക്റ്റീവാ. ഓക്കെ. അങ്ങനെയുള്ള ബുദ്ധിമുട്ട് കണ്ടുവരാറുണ്ട്, അമിതമായ പിരിപിരിപ്പ് കുട്ടികളിൽ കണ്ടുവരാറുണ്ട്. അപ്പം അവരുടെ പേരൻസിനോട് സംസാരിച്ച് കുട്ടിയെ ഒരു ഇവാലുവേഷന് കൊണ്ടുപോകണം. ഒരു സൈക്കോളജിക്കൽ ഇവാലുവേഷന് ശേഷം അവർ നോക്കിയതിന് ശേഷം ആവശ്യമാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഇന്റർവെൻഷൻസ് ഉണ്ട്. അറ്റൻഷന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങും പിരിപിരിപ്പിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ ആദ്യം ഒരു ഇവാലുവേഷൻ ആണ് ആവശ്യമായിട്ടുള്ളത്. ഓക്കെ മാം. ഓക്കെ താങ്ക് യു മാം. ശരി ഓക്കെ. ജുമിൻ മാമിനോട് ചാറ്റ് ബോക്സിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാല് ലേണിംഗ് ഡിസബിലിറ്റി ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയ അപ്രോപ്രിയേറ്റ് ഏജ് എപ്പോഴാണ്, അതുപോലെ തന്നെ ഏർലി സൈൻസ് എങ്ങനെ ഡിറ്റക്ട് ചെയ്യാം? ഓക്കെ. സാധാരണഗതിയിൽ നമ്മൾ സ്കൂളിൽ വിട്ടു തുടങ്ങിയതിന് ശേഷമാണ് ലേണിംഗ് ഇഷ്യൂസ് ഒക്കെ നമ്മൾ നോട്ട് ചെയ്യുന്നത്. ആ ലേണിംഗ് ഡിസബിലിറ്റിയുടെ നമ്മുടെ ആദ്യത്തെ ലെവൽ അസസ്മെന്റ് നമ്മൾ 5 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് ചെയ്യാറുണ്ട്. 5 മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികൾ നമ്മൾ ഇതിന്റെ അസസ്മെന്റ് എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ബുദ്ധിയുടെ അസസ്മെന്റ് ആയിരിക്കും നോക്കുക. അപ്പൊ ബുദ്ധിയുടെ അസസ്മെന്റിൽ ഇവർക്ക് നിയർ ആവറേജ് അല്ലെങ്കിൽ എബോ ആവറേജ് ഇന്റലിജൻസ് ആണ് സാധാരണയായിട്ടുള്ളത്. അപ്പൊ ആ ഒരു ഇന്റലിജൻസിൽ വരുന്ന കുട്ടിയാണെങ്കിൽ നമ്മൾ പഠന പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള
ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അസസ്മെന്റ് ചെയ്യും. 5 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് നമ്മൾ അസസ്മെന്റ് ചെയ്യാറുണ്ട്. അപ്പൊ ആ ഒരു ഏജ് ഗ്രൂപ്പിൽ ഇവർക്ക് ബുദ്ധിമുട്ടുകൾ ഐഡന്റിഫൈ ചെയ്താൽ അത് ഒരു ലേണിംഗ് ഡിഫിക്കൽറ്റി എന്നുള്ള രീതിക്ക് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യും. അതിനു വേണ്ടിയിട്ടുള്ള ഇന്റർവെൻഷൻസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ മാം, താങ്ക് യു. വേറൊരു ചോദ്യമുണ്ട്. 12 മുതൽ 16 വരെയുള്ള ഒരു ഏജ് ഗ്രൂപ്പിൽ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുമെന്ന്? സാധാരണഗതിയിൽ നമുക്ക് ഈ പഠന പ്രശ്നങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പ്രായം മുതലേ ഈ ഇഷ്യൂസ് നമുക്ക് ഉണ്ടാവും. അത് പെട്ടെന്ന് ഒരു പ്രായത്തിൽ, അതായത് 12 വയസ്സിൽ ആദ്യമായിട്ടൊരു പഠന പ്രശ്നം ഒരിക്കലും വരത്തില്ല. അത് ഈ പറയുന്ന കുട്ടിക്ക് ചെറുപ്പം മുതലേ, സ്കൂളിൽ വിട്ട കാലഘട്ടം മുതലേ ഈ പറയുന്ന ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ 12 മുതൽ 16 വരെയുള്ള കുട്ടി എന്ന് പറയുന്നത് ചെറുപ്പം മുതലേ ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടിയായിരിക്കും. ആ കുട്ടിയും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ IQ അസസ്മെന്റും IQ ആ ഒരു പെർട്ടിക്കുലർ റേഞ്ചിൽ വരികയാണെങ്കിൽ പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അസസ്മെന്റും ആയിരിക്കും ചെയ്യുന്നത്. അപ്പൊ അതിൽ അവരിൽ കണ്ടുവരുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് റീഡിംഗ്, റൈറ്റിംഗ്, സ്പെല്ലിംഗ്, അരിത്തമെറ്റിക്സിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. എല്ലാവർക്കും ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകണം എന്നില്ല. കുട്ടികളുടെ അനുസരിച്ച്, ബുദ്ധിമുട്ടുകൾ അനുസരിച്ച് അതിനകത്ത് വ്യത്യാസം വരാം. ഓക്കെ മാം, വേറൊരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എഫക്റ്റീവ് അസസ്മെന്റ് ടൂൾസ് എന്തൊക്കെയാണ്? ഏർലി ഇന്റർവെൻഷൻ, ലേണിംഗ് ഡിസബിലിറ്റി, ഏർലി ഐഡന്റിഫിക്കേഷൻ ഉള്ള ടൂൾസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഏർലി ഐഡന്റിഫിക്കേഷൻ ടൂൾസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ അസസ്മെന്റുകൾ സൈക്കോളജിസ്റ്റ്, രജിസ്റ്റേർഡ് ആയിട്ടുള്ള ക്ലിനിക്കൽ അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ സൈക്കോളജിസ്റ്റ് ചെയ്യുന്ന അസസ്മെന്റിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ നമുക്ക് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഏർലി സ്ക്രീനിങ് ടൂൾസ് അധികം നമുക്ക് അങ്ങനെ ഇല്ല. അത് കൂടുതലും, അതായത് സ്കൂളിൽ ടീച്ചേഴ്സ് ഒക്കെ ഒരു ഐഡന്റിഫിക്കേഷൻ എന്നുള്ള പർപ്പസിലാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് തീരെ ചെറിയ കുട്ടികളാണെങ്കിൽ ലെറ്റേഴ്സ് എഴുതുന്നതിൽ ബുദ്ധിമുട്ട്, റിവേഴ്സൽസ്, അല്ലെങ്കിൽ ആൽഫബറ്റ്സ് കാണുമ്പോഴത്തേക്കിനും അത് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാം. അവരുടെ നോട്ട്ബുക്കിലോട്ട് നോക്കുമ്പോഴത്തേക്കിനും അത് നോട്ട്സ് ഇൻകംപ്ലീറ്റ് ആണോ, ഒരുപാട് സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ടോ, തെറ്റിച്ച് എഴുതുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അതുപോലെ തന്നെ വായിക്കുമ്പോഴുള്ള, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമുക്ക് വായിക്കുമ്പോഴുള്ള ഗെസ്സിങ്, പ്രൊനൗൺസിയേഷൻ ഇഷ്യൂസ്, വേർഡ്സ് വായിക്കാൻ പറ്റാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. അല്ലാതെ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള അസസ്മെന്റ് അത്രയും നമുക്ക് അവൈലബിൾ അല്ല സ്ക്രീനിങ് ടൂൾ എന്നുള്ള രീതിയിൽ. ഓക്കെ മാം, താങ്ക് യു. അടുത്ത ചോദ്യം അഞ്ജന മാമിനോടാണ്. 5 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികൾക്ക് സ്പീച്ച് ഡിലേ നമുക്ക് എഫക്റ്റീവ്ലി അഡ്രസ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായും അത് നമുക്ക് സ്പീച്ച് തെറപ്പി, വ്യക്തത കുറവാണെന്ന് തോന്നുന്നു പറഞ്ഞിരിക്കുന്നത്. സ്പീച്ച് തെറപ്പിയിലൂടെ നമുക്ക് ആ പ്രോബ്ലംസ്, സ്പീച്ച് ക്ലാരിറ്റി ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്ത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അധികം ഡിലേ ആക്കാതെ കുറച്ചും കൂടെ നേരത്തെ, 5 വയസ്സ് ഒരു പ്രോബ്ലമാറ്റിക് അല്ല, പക്ഷെ അതൊരു 7, 8 വയസ്സ്, 9 വയസ്സ് ഒക്കെ ആകുവാണെങ്കിൽ ആ ടൈമിലേക്ക് നമുക്ക് കുറച്ച് കറക്ഷൻ, സ്പീച്ച് കറക്ഷൻ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. 5 വയസ്സിൽ ഡെഫിനറ്റ്ലി നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് ഒരു അമ്മ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഹലോ മാഡം, എൻ്റെ മോന് 3.5 വയസ്സുണ്ട്. ആള് ലേറ്റായാണ് സംസാരിച്ച് തുടങ്ങിയത്. ഇപ്പോൾ നല്ലതുപോലെ സംസാരിക്കും, ബട്ട് ചില വാക്കുകൾക്ക് ക്ലാരിറ്റി ഇല്ല. അതുപോലെ തന്നെ പറയേണ്ട വാക്കുകൾ പറയുന്നത് കാലെന്ന് പറയുന്ന വാക്കുകൾ വ്യത്യാസമായിട്ടാണ് കുട്ടി പറയുന്നത്. ഹോംവർക്ക് എഴുതാൻ ബുദ്ധിമുട്ട്, ഇങ്ങനത്തെ ചില പ്രശ്നങ്ങൾ കുട്ടിക്കുണ്ടെന്നാ പറയുന്നത്. 3.5 വയസ്സിൽ കായ്ക്ക് പകരം താ പറയുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്പീച്ച് തെറപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് സ്പീച്ച് തെറപ്പി സ്റ്റാർട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. 3.5 വയസ്സ് എന്ന് പറയുമ്പോൾ വളരെ നേരത്തെ ഉള്ള ഒരു സ്റ്റേജ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കതൊരു കറക്ഷൻ ചെയ്ത് ഒരു വിത്തിൻ 6 months ഒക്കെ തന്നെ നല്ല രീതിയിലുള്ള തെറപ്പി കൊടുക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് സ്പീച്ച് ക്ലാരിറ്റി വരുന്നതാണ്. പിന്നെ സ്കൂളിൽ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഈ ക്ലാരിറ്റി ഉള്ള കുട്ടികൾക്ക് പഠന കാര്യങ്ങളിൽ കുറച്ച് പിന്നോട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഹോംവർക്ക് എഴുതാനൊന്നും ഒക്കെ ഒരു ഇൻട്രസ്റ്റ് കാണിക്കാതിരിക്കുന്നത്. അപ്പം സ്പീച്ച് തെറപ്പിസ്റ്റിന്റെ അടുത്ത് ആ ഒരു ഇഷ്യൂസും ഉണ്ട് എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യുക. അതിനനുസരിച്ചിട്ടുള്ള ഗോൾസ് അവർ സ്പീച്ച് തെറപ്പിയുടെ പാർട്ടായിട്ട് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ മാം,
താങ്ക് യു. അലി വി പി ചോദിച്ചിട്ടുള്ള ഹൗ കെൻ പേരൻസ് ബി ഇഫക്റ്റീവ്ലി ഇൻവോൾവ് ഇൻ മാനേജിങ് ചിൽഡ്രൻസ് ആൻഡ് ലേണിംഗ് ഡിസബിലിറ്റി അറ്റ് ഹോം. അപ്പൊ ഈ മാനേജ്മെന്റ് ഇത് നമ്മൾ തുടർ സെഷനിൽ വരുന്നുണ്ട്, 2ാം ഭാഗത്തിൽ നമ്മളത് ചർച്ച ചെയ്യുന്നുണ്ട്, വിശദമായിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ളൊരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇസ് ദർ എനി സ്പെസിഫിക് ഡയറ്റ് ഫോർ ദി ചിൽഡ്രൻ, ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് ഏതെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള ഡയറ്റ് ഉണ്ടോ, അത് ഫോളോ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അത് മാം ഉത്തരം പറയുന്നതായിരിക്കും. ഹലോ. ലേണിംഗ് ഡിസബിലിറ്റിയിൽ നിന്ന് പ്രത്യേകമായിട്ട് ഒരു ഡയറ്റ് ഒന്നും ഫോളോ ചെയ്യാനില്ല. നമ്മൾ അത് ഒരു റിസർച്ച് ആയിട്ട് പ്രൂവൻ അല്ല. സോ അതിനും ഡയറ്റായിട്ട് യാതൊരു ബന്ധമൊന്നുമില്ല. സോ കുട്ടികൾക്ക് എന്ത് വേണമെങ്കിൽ കൊടുക്കാം. ബട്ട് നമ്മൾ യൂഷ്വലി ഇപ്പോൾ എന്തെങ്കിലും ഭയങ്കര ഹൈപ്പർ ആണ്, അല്ലെങ്കിൽ കുറച്ച് ഭയങ്കര റെസ്റ്റ്ലെസ്നെസ് കൂടുതലാണെങ്കിൽ നമ്മൾ പറയും ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റ് കൊടുക്കണം, മിൽക്ക് പ്രോഡക്ട്സ് ഒക്കെ കുറച്ച് കുറയ്ക്കണം എന്നുള്ള രീതിയിലൊക്കെ പറയാം. പക്ഷെ അതും നമുക്ക് എല്ലാം നോക്കിയിട്ട് കുട്ടിക്ക് അത് കൊടുത്തിട്ട് എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസസോ കുറച്ച് റെസ്റ്റ്ലെസ്നെസ്സോ കൂടുതലായിട്ടോ അത് പിന്നെ അത് റെഡ്യൂസ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഡയറ്റായിട്ട് ഒന്നും ഇല്ല. എല്ലാം കൊടുക്കാം. കുട്ടിക്ക് ഹെൽത്തി ന്യൂട്രീഷ്യസ് ഡയറ്റ് എന്തൊക്കെയുണ്ടോ അതെല്ലാം കൊടുക്കാം. അടുത്ത ചോദ്യം ഒരമ്മ ചോദിച്ചിരിക്കുകയാണ്, ദിവ്യ ടി എന്ന് പറഞ്ഞിട്ട്. കുട്ടിക്ക് ഇപ്പൊ 4 വയസ്സുണ്ട്, 2 മാസം മാത്രമേ ആയിട്ടുള്ളൂ. കുട്ടി അക്ഷരങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ട് എഴുതുമ്പോൾ ചില ലെറ്റേഴ്സ് മിറർ ഇമേജ് പോലെയാണ് എഴുതുന്നത്. ഇത് ലേണിംഗ് ഡിഫിക്കൽറ്റിയുടെ സിംറ്റം ആണോ എന്നാണ് ചോദ്യം. ജുമിൻ മാം ഒന്ന് ആൻസർ ചെയ്യാം. 4 വയസ്സേ ആയിട്ടുള്ള കുട്ടിക്ക് ട്രെയിനിങ് സ്റ്റാർട്ട് ആയിട്ടേ ഉള്ളൂ. അപ്പോ അങ്ങനെ കുട്ടികളിൽ പഠന പ്രശ്നങ്ങൾ ഇല്ലാത്ത കുട്ടികളിലും, അതായത് പരിമിതികളില്ലാത്ത കുട്ടികളിലും ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട്. അപ്പൊ അമ്മ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ കുട്ടിയെ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. എറേഴ്സ് കാണിക്കുന്ന ലെറ്റേഴ്സ് പ്രത്യേകമായിട്ട് കറക്റ്റ് ചെയ്യുക. അത് സ്പെഷ്യലായിട്ടൊന്ന് ട്രെയിൻ ചെയ്യാനായിട്ട് നോക്കുക. അതിനുശേഷം നമ്മൾ ചെയ്തതിന് ശേഷവും മുമ്പോട്ട് പോകുന്ന ക്ലാസ്സുകളിലും ഇതേ ബുദ്ധിമുട്ട് പെർസിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പഠന പരിമിതി ഉണ്ടോ എന്നുള്ള രീതിയിലുള്ള അസസ്മെന്റിലേക്ക് പോകാം. ഇപ്പൊ വീട്ടിൽ നിന്ന് അമ്മയ്ക്ക് ആ ലെറ്റേഴ്സ് പ്രത്യേകമായിട്ട് എടുത്ത് ഡെയിലി എന്നോണം ട്രെയിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇംപ്രൂവ്മെന്റ് എങ്ങനെയാന്നുള്ളത് മോണിറ്റർ ചെയ്യുക. ഓക്കെ മാം. ഹലോ മാം. ഹലോ, കേൾക്കാമോ? പിന്നെ എന്റെ മോൾക്ക് ഫോണ് വെച്ചിട്ടുള്ള കാര്യം മാഡം വ്യക്തമാവുന്നില്ല. പോലും അവരുടെ കാശ് പിടിക്കുക അതിന് വേണ്ടിയിട്ട്. നമ്മൾ പഠിക്കാനൊന്നും കുഴപ്പമില്ല, സ്കൂളിലൊക്കെ പോകണമെങ്കിൽ ഇപ്പൊ കാര്യത്തിന് കുഴപ്പമില്ല. പക്ഷേ ഈ മാഡം വ്യക്തമായിട്ട് കുട്ടികളുടെ കളിയില്ല. പക്ഷെ ഇപ്പൊ സാധാരണ കുട്ടികളെല്ലാം കണ്ടുവരുന്നുണ്ട് ഫോണിന്റെ ഉപയോഗം. നമ്മള് ഒരു പരിധി വരെ ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. എന്നാലും ഫോണില്ലാതെ ഫോണിന്റെ ഉപയോഗത്തിൽ സജിത മാം ചാറ്റ് ബോക്സിൽ ഇടാമോ? കേൾക്കാൻ സാധിക്കുന്നില്ല. സജിത മാം ചാറ്റ് ബോക്സിൽ ഇടാമോ? ഞാൻ ഹലോ ഹലോ മാം. ചോദിച്ചോളൂ. ഹലോ മാം, ഇപ്പൊ എന്റെ സിസ്റ്ററാണ് സംസാരിച്ചത്. അവൾ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതാണ് മനസ്സിലാവാതിരിക്കാൻ കാരണം. ഹലോ, അവൾക്ക് സജിത. ഹലോ, അവൾക്ക് 5 വയസ്സായ മോളുണ്ട്. അപ്പൊ അവൾ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കാനും അവളുടെ കാര്യങ്ങൾക്കൊക്കെ അവള് ആക്റ്റീവാണ്. പക്ഷെ അവൾക്ക് എന്താ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫോണ് കയ്യിൽ കിട്ടിയ ഫോണ് അവൾക്ക് കൊടുക്കില്ല. ഫോണ് കയ്യിൽ നിന്ന് കൊടുക്കില്ല വെച്ചാൽ കുറച്ചു നേരമൊക്കെ നമ്മൾ വല്ല കളികളൊക്കെ കാണട്ടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാലും ആ ഫോണ് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ അവള് തല നിലത്ത് കടന്ന് മുട്ടുക, വളരെയധികം വാശി പിടിക്കുക. മാഡം പറഞ്ഞാ കുറച്ച് ഒരു അനുസരണക്കുറവ്. അത് എന്തുകൊണ്ടാണ് മാം അങ്ങനെ കാണിക്കാൻ കാരണം? അത് വളരെയധികം വാശി, കുറെ നേരം കുട്ടി ഇരുന്ന് നിലവിളിക്കും.
ഓക്കെ, ജുബിൻ മാം ആൻസർ ചെയ്യാമോ? കുട്ടികളുടെ വാശിയും അമിതമായ വാശിയും ദേഷ്യവും മിക്കവാറും കുട്ടികളിൽ നമ്മൾ കണ്ടുവരാറുണ്ട്. അപ്പൊ കുട്ടികളുടെ ഈ വാശി ദേഷ്യത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് അതിനോടുള്ള നമ്മുടെ പ്രതികരണം എങ്ങനെയാണെന്നുള്ളതനുസരിച്ചാണ് ഇവർ ഈ ബിഹേവിയർ കണ്ടിന്യൂ ചെയ്യുവോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുന്നേ. അപ്പൊ നമ്മള് എന്താണ് ഈ കുട്ടി വാശി ഇപ്പം സാധനങ്ങള്, അതായത് മൊബൈൽ ചോദിക്കുന്നു, ഇന്ന സമയം കഴിഞ്ഞ് നമ്മൾ തിരിച്ചെടുക്കുമ്പോൾ കുട്ടി വാശി ദേഷ്യമൊക്കെ കാണിക്കുമ്പോൾ നമ്മുടെ ഒരു പ്രതികരണം എന്താന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. അതായത് ചിലപ്പം കുട്ടി ഒത്തിരി അൺമാനേജബിൾ ആയതുകൊണ്ട് നമ്മൾ തിരിച്ച് മൊബൈൽ വീണ്ടും കുട്ടിക്ക് കൊടുക്കുവോ അല്ലെങ്കിൽ ആ രീതിക്കുള്ള കുട്ടിയുടെ വാശി സാധിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ബിഹേവിയർ പിന്നീടും കണ്ടിന്യൂ ചെയ്യും. അപ്പോ അത് നമ്മൾ പേരൻസും അതുപോലെ തന്നെ വീട്ടിൽ ആരൊക്കെയാണോ ഉള്ളത് സാധാരണ കുട്ടിയായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന അവരെല്ലാം ആ ഒരു സ്റ്റേൺ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുക്കേണ്ടി വരും. ഫേം ആയിട്ട് അവരോട് പറയേണ്ടി വരും. നമ്മൾ മൊബൈലൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇതിന്റെ ടൈം ലിമിറ്റ് ഇന്നതാണ്, അതിനുശേഷം തിരിച്ചു തരണം എന്നുള്ളത് പറയും. നമ്മൾ അതിലോട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യണം. അപ്പം നമ്മുടെ ഒരു മാനേജ്മെന്റുമായിട്ട് കണക്റ്റഡ് ആണിത്. അപ്പൊ അത് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം പിന്നെയും കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ മീറ്റ് ചെയ്ത് നിങ്ങൾക്ക് സെഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ മാഡം, ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ ഓക്കെ. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, എനിക്കൊരു അവര് ട്രിപ്ലെറ്റ്സ് ആയിരുന്നു. അതില് പെൺകുട്ടിയും 2 ആൺകുട്ടികളുമാണ്. 2 ആൺകുട്ടികൾക്ക് ചെവി കേൾക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളത് ആക്ച്വലി അത് അറിയാൻ വളരെ വൈകി, ഒരു 4ാം ക്ലാസ് 5ാം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത് അവർക്ക് ചെവി കേൾക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മൾ അവരെ പഠിപ്പിച്ചതെല്ലാം CBSE സ്കൂളിലായിരുന്നു. പക്ഷെ അവർക്ക് ടീച്ചേഴ്സിന് പോലും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അവർക്ക് ചെവി കേൾക്കുന്നില്ലാണ്. കൂടുതലും പെൺകുട്ടിക്ക് ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇപ്പൊ അവർക്ക് ഈ പറയുന്ന പോലെ ചെറിയ ഡിഫിക്കൽട്ടീസ്, മേബി അത് ചെവി കേൾക്കാത്തത് കൊണ്ടായിരിക്കാം, നമ്മളത് കണ്ടുപിടിക്കാത്തത് കാരണം ഇപ്പൊ അവർക്ക് പ്രായം 22 വയസ്സായിട്ടുണ്ട്. ഇപ്പൊ ഇപ്പോഴും അവർക്ക് കണക്ക് കൂട്ടുവാനോ എഴുതുവാനോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ലേണിംഗ് ചെയ്യാനോ ഉള്ള ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അവർക്ക് എന്തെങ്കിലും പിന്നെ ഒരു ഏജ് ആയല്ലോ, അപ്പൊ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള തെറപ്പീസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടെക്നിക്സോ കാര്യങ്ങളോ ഉണ്ടോ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്? കാരണം ഒരു കടയിലേക്ക് നമ്മളൊരു 10 രൂപ കൊടുത്ത് നമ്മൾ പറഞ്ഞയക്കുമ്പോൾ അവർക്കത് റിട്ടേൺ, ഇപ്പൊ 7 രൂപേന്റെ സാധനം മേടിച്ചത്, ബാക്കി 3 രൂപയാണ് നമുക്ക് റിട്ടേൺ കിട്ടേണ്ടത് അല്ലെങ്കിൽ ആ ബാലൻസ് കിട്ടേണ്ടത് എന്നുള്ളത് അവർക്ക് അറിയില്ല. അപ്പൊ നമുക്ക് അതും കൂടെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അല്ലെങ്കിൽ ഇത് ചെയ്യിപ്പിക്കാനുള്ള എന്തെങ്കിലും ടെക്നിക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറപ്പീസോ എന്തെങ്കിലും ഉണ്ടോ? റൈസ മാം ചോദ്യത്തിന് ഉത്തരം പറയുന്നതായിരിക്കും. മാം ഇപ്പൊ എത്ര വയസ്സുണ്ടെന്നാ പറഞ്ഞ മോന്? 22 വയസ്സായി. 22 വയസ്സായി. 22 വയസ്സായി. 2 പേർക്കും അങ്ങനെയാണ്. ഓക്കെ മാം, ഇപ്പൊ നമ്മള് ഓക്യുപേഷണൽ തെറപ്പിയില് വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. നമ്മളത് എന്താണ് അവർക്ക് വേണ്ട അസസ്മെന്റ് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തിട്ട് അവർക്ക് എന്തൊക്കെയാണ് അവരെ കഴിവുകൾ എന്തൊക്കെയാണ്, അവരെ IQ എത്ര ഉണ്ട് നോക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ച് ഒരു വൊക്കേഷണൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് നമുക്ക് അവർക്ക് എന്താണ് ജോലി മാർഗങ്ങൾ എന്തൊക്കെ പറ്റും എന്നുള്ളത് നമുക്ക് ആ ട്രെയിനിങ് കൊടുത്തിട്ട് നമ്മൾ അതിൽ എൻറോൾ ചെയ്യാറുണ്ട്. സോ അത് അടുത്തുള്ള ഏതെങ്കിലും ഒരു ഓക്യുപേഷണൽ തെറപ്പിസ്റ്റ് ആയിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ അവർ വേണ്ട സപ്പോർട്ട് ചെയ്യും. സോ ഓക്യുപേഷണൽ റീഹാബിലിറ്റേഷൻ ആണ്. നമ്മൾ മണി മാനേജ്മെന്റ് പഠിപ്പിക്കണം. സോ അതേപോലെ ടൈം മാനേജ്മെന്റ്, പിന്നെ കുട്ടികളെ സ്കിൽസ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ. ഗുഡ് മോർണിംഗ് മാം. ചോദിച്ചോളൂ മാം. എൻ്റെ പേര് നീതു എന്നാണ്. മാം, എൻ്റെ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാല് നമുക്കിപ്പം ഒരു 3-4 ഇയേഴ്സ് ഉള്ള കുട്ടിക്ക് ABCD നമ്മള് ആൽഫബറ്റ്സിലാണ് കുഞ്ഞിന് ഡിഫിക്കൽട്ടീസ് ഉള്ളത്. ബാക്കി GK പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് തിരിച്ച് ആൻസർ ഒക്കെ ചെയ്യുന്നുണ്ട്. സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ആൽഫബറ്റ്സിന്റെ കേസിൽ വരുമ്പോ കുഞ്ഞിനത് എഴുതാനായാലും പറയാനായാലും ഒക്കെ ഒരു ബുദ്ധിമുട്ട് ഉണ്ട്.
അപ്പോ അങ്ങനെയുള്ള കുഞ്ഞിന് ഇപ്പം സ്റ്റാർട്ടിംഗ് ലെവൽ ഒരു LD പോലെ തോന്നുന്നെങ്കിൽ നമുക്ക് എങ്ങോട്ടേക്കായിരിക്കണം നമ്മൾ റെഫർ ചെയ്യേണ്ടത്? ആൻഡ് ഇപ്പം നമ്മുടെ ട്രിവാൻഡ്രത്താണെങ്കിൽ ഇഫക്റ്റീവായിട്ട് ഇതിന് നമുക്കൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു തെറാപ്പി ഒക്കെ വേണ്ട കുഞ്ഞാണെങ്കിൽ അവരെ നമ്മൾ എങ്ങോട്ടേക്കാണ് റെഫർ ചെയ്യേണ്ടത്? ഓക്കെ, റൈസ മാം ആൻസർ ചെയ്യുന്നതായിരിക്കും. മാം, കുട്ടി ഇപ്പൊ എത്ര വയസ്സാണ്? മാം ആക്ച്വലി കുഞ്ഞ് ഒരു LKG പഠിക്കുന്ന കുട്ടിയാണ്. കുഞ്ഞിന് സ്റ്റാർട്ടിങ് മുതൽ നമ്മൾ ABCD പഠിപ്പിച്ചു തുടങ്ങിയതാ. ഇപ്പോഴും ഒരു ആനുവൽ ഇയർ കഴിഞ്ഞിട്ടും ആ കുഞ്ഞിനത് അത്ര ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ബാക്കി എന്ത് പറഞ്ഞ് മനസ്സിലാക്കി മീൻസ് പഠിപ്പിച്ചാലും എക്സലന്റ് ആയിട്ട് മറുപടി പറയുന്നുണ്ട്. ബാക്കിയുള്ള ഈ ഗ്രോസ് മോട്ടോർ എന്ന് പറയുന്നത് നമ്മൾ ഓടുന്നതും അതൊക്കെ എങ്ങനെയുണ്ട്? മോട്ടോർ സ്കിൽസ് ഒക്കെ നല്ലോണം കളിക്കുന്ന ആളാണ്? അതെ 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 അതെ. ആൽഫബറ്റ്സിൽ മാത്രമേ നമുക്കൊരു ഡിഫിക്കൽട്ടീസ് കുഞ്ഞിനുള്ളതായിട്ട് തോന്നിയിട്ടുള്ളൂ. ബാക്കി എല്ലാം ആക്ടിവിറ്റീസ്, ബാക്കി എക്സ്ട്രാ ആക്ടിവിറ്റീസിലായാലും GK പോലുള്ള കാര്യങ്ങളിലായാലും ഒക്കെ റിപ്ലൈ ഒക്കെ നല്ല ഈസി ആയിട്ടാണ് ചെയ്യുന്നത് തിരിച്ച്. അത് മാം, നമ്മൾ ലെറ്റർ കോഡിംഗ് ആണ് യൂഷ്വലി നമുക്ക് ഈ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ അവർക്ക് ലെറ്റർ കോഡിങ്ങിനാണ് നമുക്ക് പ്രശ്നം വരിക. അതേപോലെ നമ്മൾ പറയുന്ന ഈ സൗണ്ട്സ്, ഫോണിക്സ് എന്ന് പറയുന്ന സംഭവം, അത് അവർക്ക് ഒന്നും കൂടെ നമ്മൾ കുറച്ച് സ്പെഷ്യലായിട്ട് എടുത്തിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും. സോ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ സ്കൂളിൽ റെമിഡിയൽ സർവീസസ് പോലെ പോയിട്ട് ഒന്ന് ലെറ്റർ കോഡിംഗ് പോലെ കൊടുക്കാം. ഫോണിക്സ് കുറച്ചും കൂടെ നല്ല സ്ട്രോങ് ആയിട്ട് 1-on-1 സെഷൻ എടുത്തിട്ട് സൗണ്ട്സ് അവർക്ക് യൂഷ്വലി ഓഡിറ്ററി മെമ്മറിയോ അല്ലെങ്കിൽ വിഷ്വൽ മെമ്മറി അങ്ങനെ കണ്ടിട്ട് ലെറ്റർ അക്ഷരങ്ങൾ എഴുതാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ കാണാൻ പറ്റും. സോ അത് മെയിൻ ആയിട്ട് അതിൽ കുറച്ച് ട്രെയിൻ ചെയ്താൽ മതിയാവും. അതിന്റെ മുന്നേ തന്നെ എന്തെങ്കിലും ഒരു അസസ്മെന്റ് പോലെ എടുത്തിട്ട് നോക്കാം. ഓക്കെ ഓക്കെ മാം. നമുക്ക് ട്രിവാൻഡ്രത്ത് ഇങ്ങനെ ഇപ്പൊ എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ടി ഉള്ള കുഞ്ഞാണെങ്കിൽ നമുക്ക് റെഫർ ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഇപ്പൊ മീൻസ് ഒരു ഇൻ ഡീറ്റെയിൽ അസസ്മെന്റോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഒരു ഫോക്കസ് കൊടുക്കാനൊക്കെ ആണെങ്കിൽ എവിടെയായിരിക്കും മാം ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്? ബെസ്റ്റ് ഓപ്ഷൻ ഇവിടെ നിഷില് സർവീസസ് ഉണ്ട് മാം. നിഷില് കൊണ്ടുവരികയാണെങ്കിൽ ഇവിടെ എല്ലാ സൈക്കോളജിസ്റ്റ് ആൻഡ് സ്പീച്ച് ആൻഡ് ഓക്യുപേഷണൽ തെറപ്പിസ്റ്റ് എല്ലാവരും ഉണ്ട്. സോ നിങ്ങൾ ഇവിടെ വരാം. എവിടെയാണ് വീട്? എവിടെയാ? ട്രിവാൻഡ്രത്താണ് മാം. ട്രിവാൻഡ്രത്ത് എവിടെയാണ്? ട്രിവാൻഡ്രം നെട്ടയം. നെട്ടയം. ഓക്കെ. സോ ഇവിടെ ആക്കുളം നിഷ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സർവീസസ്. അതല്ലാതെ വേറെ സർവീസസ് എവിടെയാണെന്ന് ഒന്ന് നോക്കാം. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. നമ്മുടെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ തങ്കമണി മാം ഉണ്ട്. മാമിന് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടായിരുന്നോ ഈ ചോദ്യത്തില്? മാം കേൾക്കാമോ? മാം പറഞ്ഞോളൂ. മാം ബ്രേക്ക് വ്യക്തമല്ല, ബ്രേക്ക് ആവുന്നുണ്ട്. 3 വയസ്സായ കുട്ടിക്ക് എല്ലാവരും ആക്കിയതുകൊണ്ട് ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? മാം ഒന്നുകൂടെ ക്ലിയർ ആയിട്ട്, ക്ലാരിറ്റി കുറവാണ്. ഓഡിബിൾ ആണോ? ഇപ്പൊ ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണ് മാം. അപ്പൊ ഈ കുട്ടിക്ക് നിഷില് വിട്ട ടെസ്റ്റ് ചെയ്യാമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് മെഡിക്കൽ കോളേജിനകത്ത് CDC ഉണ്ട്, ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ. ഓഡിബിൾ ആണോ? യെസ് മാം, ഓഡിബിൾ ആണ്, പറഞ്ഞോളൂ. നിഷില് വിട്ടല് എനിക്ക് കറക്റ്റ് അസസ്മെന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് ചൈൽഡ് ഡെവലപ്മെന്റൽ സെന്റർ മെഡിക്കൽ കോളേജ് അവിടെ വിട്ട് കുട്ടിയെ ഒന്ന് കറക്റ്റ് അസസ് ചെയ്താല് ഈ CDC-യിലായാലും കറക്റ്റ് അസസ് ചെയ്താല് കുട്ടിയുടെ പ്രോബ്ലം ഏത് മേഖലയിലാണെന്ന് അസസ് ചെയ്യാൻ പറ്റും.
Okay, ma'am. Okay? Yeah. Okay, ma'am. Thank you. അടുത്തൊരു ചോദ്യം ചാറ്റ് ബോക്സിൽ ജുമിൻ മാമിനോടാണ്. വാട്ട് പ്രിവെന്റീവ് സ്ട്രാറ്റജീസ് ക്യാൻ ഹെൽപ്പ് റെഡ്യൂസ് ദി ലോങ് ടേം സൈക്കോളജിക്കൽ ഇമ്പാക്ട് ഓഫ് അക്കാഡമിക് ഫെയിലിയർ ഓൺ ദി സ്റ്റുഡൻസ്? ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളിൽ. ഹലോ മാം. കേൾക്കുന്നുണ്ട്. ഓക്കെ. ഓക്കെ, അവർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏർലി ഐഡന്റിഫിക്കേഷൻ, ചെറിയ പ്രായത്തിൽ തന്നെ അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുമ്പോൾ നമുക്ക് അവർക്ക് ആ ഒരു അവരെ ഇംപ്രൂവ് ചെയ്യിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് മറ്റ് മേഖലകളിൽ, പഠിത്തത്തിൽ മാത്രമായിരിക്കും മിക്കവാറും കേസുകളിൽ ഇവർ പുറകോട്ട് നിൽക്കുന്നത്. അപ്പം മറ്റ് മേഖലകളിലുള്ള അവരുടെ സ്ട്രെങ്ത് കണ്ടുപിടിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ അവർക്ക് കോൺഫിഡന്റ് ആയിട്ട് മുമ്പോട്ട് വരാൻ സാധിക്കും. ഓക്കെ മാം. മറ്റൊരു ചോദ്യമുള്ളത്, ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് ലേണിംഗ് ഡിസബിലിറ്റി വരാനൊരു സാധ്യത, അതിനൊരു ചാൻസ് ഉണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ക്രോമസോമൽ അബ്നോർമാലിറ്റി എന്ന് പറയുമ്പോൾ അതൊരു ജനറ്റിക് ആയിട്ടുള്ള ഫാക്ടറാണ്. നമ്മൾ സാധാരണഗതിയിൽ ലേണിംഗ് ഡിസബിലിറ്റി എന്നുള്ള ഒരു ലേബലിലേക്ക് അത് പോവാറില്ല. പഠന പരിമിതി എന്ന് പറയുമ്പോൾ മറ്റു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ റൂൾ ഔട്ട് ചെയ്യും. അതായത് വിഷ്വൽ ആയിട്ടുള്ള ഇഷ്യൂസ്, ജനറ്റിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ്, അതായത് ഇതുപോലെയുള്ള പ്രത്യേകം പരിമിതികൾ മറ്റെന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് റൂൾ ഔട്ട് ചെയ്തിട്ട്, കേൾവി ബുദ്ധിമുട്ട് അതൊക്കെ റൂൾ ഔട്ട് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ പഠന പരിമിതി എന്നുള്ള ഒരു ഡയഗ്നോസിസിലേക്ക് പോകുന്നത്. അപ്പോൾ ക്രോമസോമൽ അബ്നോർമാലിറ്റി എന്ന് പറയുമ്പോൾ അതിനെ ആ ഒരു കണ്ടീഷനായിട്ടായിരിക്കും കാണുന്നത്. അതിനെ നമ്മളൊരു പഠന പരിമിതി ആയിട്ടായിരിക്കില്ല, അതുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ട്, അതായത് മറ്റു പല കണ്ടീഷൻസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പഠന പ്രശ്നങ്ങൾ കാണാറുണ്ട്. എന്നാൽ ഒരു ഡയഗ്നോസ്റ്റിക് ലെവലിൽ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് അതിനെ നമ്മൾ കാണാറില്ല. ഓക്കെ മാം. വേറൊരു ചോദ്യം ചാറ്റ് ബോക്സിൽ വന്നത്, LD കുട്ടി, ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ വരുമ്പോൾ കൂടുതൽ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാവാൻ ഇൻഡിവിജ്വൽ അസസ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ടെസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്നുള്ളതാണ്. ഒരു ടീച്ചറിന്റെ ലെവലിലാണെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള റീഡിങ്, റൈറ്റിംഗ്, സ്പെല്ലിംഗ്, അരിത്മെറ്റിക് ഒക്കെ എങ്ങനെയുണ്ടെന്നുള്ളത് ചെയ്യാം. നിങ്ങളുടെ ക്ലാസ് ലെവലിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെ കുട്ടി ചെയ്യുന്നു, അല്ലെങ്കിൽ കുട്ടിയുടെ ബേസ് എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കാം. തീരെ ചെറിയ കുട്ടിയാണെങ്കിൽ ആൽഫബറ്റ്സ് എങ്ങനെയുണ്ട്, ക്യാപിറ്റൽ, സ്മോൾ ലെറ്റർ ഒക്കെ അറിയാമോ, ഒരു പെർട്ടിക്കുലർ ആൽഫബറ്റിന് മുമ്പത്തെ ആൽഫബറ്റ് ഏതാണ്, അതിന് ശേഷമുള്ളത് ഏതാണ്, നമ്പേഴ്സ് അതുപോലെ എഴുതാൻ പറ്റുന്നുണ്ടോ, അതിലും ആ ഒരു സീക്വൻസ് ഉണ്ടോ, ഒരു പെർട്ടിക്കുലർ നമ്പറിന് മുമ്പത്തെ ഏതാണ്, അത് കഴിഞ്ഞിട്ടുള്ളത് ഏതാണ്, അങ്ങനെയുള്ള സീക്വൻസുകൾ ഉണ്ടോ എന്നൊക്കെയുള്ളത് ഒരു അക്കാഡമിക് ലെവൽ അസസ്മെന്റ് സ്കൂൾ ടീച്ചറിന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ മാം, താങ്ക് യു. വേറൊരു ചോദ്യമുള്ളത്, 7 വയസ്സുള്ള കുട്ടിക്ക് പഠിച്ച കാര്യങ്ങൾ ഓർത്തിരിക്കാനും കോൺസെൻട്രേഷനും ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതിനെന്താണ് പരിഹാരമെന്ന് ഒരു അമ്മ ചോദിച്ചിട്ടുണ്ട്. അത് നമ്മൾ തീർച്ചയായിട്ടും ഒരു ഡീറ്റെയിൽ സൈക്കോളജിക്കൽ ഇവാലുവേഷൻ എടുക്കണം. കാരണം മെമ്മറി പോലുള്ള ഇഷ്യൂസ് അത് പഠന പ്രശ്നങ്ങൾ മാത്രം ആവണം എന്നില്ല. അപ്പോൾ ഒരു ഇവാലുവേഷൻ എടുക്കണം. നമ്മൾ ബേസിക് ആയിട്ടും ഒരു ഇന്റലിജൻസ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാറുണ്ട്, അതുപോലെ മെമ്മറി ആസ്പെക്ട് ചെക്ക് ചെയ്ത് നോക്കാറുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഒരു ഇവാലുവേഷൻ ആദ്യമായിട്ട് എടുക്കണം എന്നുള്ളതാണ്. ഓക്കെ മാം, താങ്ക് യു. അടുത്തൊരു ചോദ്യം അഞ്ജന മാമിനോടാണ്. 8 വയസ്സായ മോൾ വീട്ടിൽ നന്നായി സംസാരിക്കും, വീട്ടിൽ നല്ല ആക്റ്റീവ് ആണ്, പക്ഷെ പുറത്തു പോകുമ്പോൾ പേര് ചോദിച്ചാൽ പോലും പറയില്ല. സ്കൂൾ ടീച്ചേഴ്സിനോടും ഒട്ടും സോഷ്യൽ അല്ല, പിയർ ഗ്രൂപ്പിൽ കളിക്കും, സംസാരിക്കില്ല. ആദ്യം നന്നായി പഠിക്കുമായിരുന്നു, ഇപ്പോൾ പഠിക്കാൻ കുറച്ച് പുറകിലേക്കാണ്. അടുത്ത വർഷം 3ാം സ്റ്റാൻഡേർഡിലാണ്. LDയുടെ ഭാഗമായാണ് ഈ സോഷ്യൽ ഇന്ററാക്ഷൻ കുറയുന്നത്. LDയുടെ ഭാഗമായി ഈ ഒരു സോഷ്യൽ ഇന്ററാക്ഷൻ കുറയാനുള്ള ചാൻസസ് വളരെ കുറവാണ്. സാധാരണ കുട്ടികളിൽ, ചില കുട്ടികളിൽ ഈ ഒരു സോഷ്യൽ ഇന്ററാക്ഷൻ നോർമലായിട്ട് പഠനത്തിൽ മുന്നോക്കം നിൽക്കുന്ന കുട്ടികളായാലും സോഷ്യൽ ഇന്ററാക്ഷനിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. അത് നോർമൽ കുട്ടികളിലും കാണുന്നതാണ്. ഈ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളിൽ ഈ ഒരു 3rd സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഇപ്പൊ കറന്റ് 2nd സ്റ്റാൻഡേർഡ് അല്ലേ, ആ ഒരു സ്റ്റാൻഡേർഡിൽ നമുക്ക് സോഷ്യൽ ഇന്ററാക്ഷൻ അത്രത്തോളം അഫക്റ്റഡ് ആയി സാധാരണ കാണാറില്ല. അവര് ആ ഒരു ടൈമിൽ അവരുടെ സെൽഫ് കോൺഫിഡൻസോ സെൽഫ് എസ്റ്റീം അത്രത്തോളം കുട്ടികൾ അവരുടെ പഠന ബുദ്ധിമുട്ടുകളെ പറ്റി ബോധേഡ് ആകാറില്ല.
മേ ബി എൻവയോൺമെന്റിന്റെ ഒരു പ്രശ്നമായിരിക്കാം, കുട്ടിയുടെ സെൽഫ് കോൺഫിഡൻസ് അല്ലാതെ തന്നെ പ്രോബ്ലം ഉണ്ടായിരിക്കാം. അപ്പം അതെന്താണെന്ന് ഒരു കൗൺസിലിങ്ങിലൂടെ അറിയുന്നതായിരിക്കും നല്ലത്. പഠന ബുദ്ധിമുട്ട് കാരണം സോഷ്യൽ ഇന്ററാക്ഷൻ ഈ ഒരു സ്റ്റേജിൽ, ഈ ഒരു പ്രായത്തിൽ ബുദ്ധിമുട്ടുണ്ടാകാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഓക്കെ മാം, താങ്ക് യു. അടുത്തൊരു ചോദ്യം ജുമൻ മാമിനോടാണ് ചാറ്റ് ബോക്സിൽ. In disabilities like dyscalculia, it's difficult to understand one particular concept, or is it a challenge to grasp mathematical understanding as a whole? അത് ചില കുട്ടികളിൽ മാത്തമാറ്റിക്സിൽ ഇഷ്യൂസ് കാണാറുണ്ട്. എനിക്ക് അതൊന്നും കൂടെ ഒന്ന് വ്യക്തമായി പറയാമോ? രണ്ടാമത് പറഞ്ഞ കാര്യം ഒന്നും കൂടെ ഒന്ന് വ്യക്തമാക്കാമോ? Is it challenge or to grasp mathematical understanding as a whole? ഒരു പെർട്ടിക്കുലർ കോൺസെപ്റ്റ് മനസ്സിലാക്കാനാണോ അതോ മാത്തമാറ്റിക് ആസ് എ ഹോൾ ഗ്രാസ്പ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണോ എന്നുള്ളതാണ് ചോദിച്ചത്. ഓക്കെ. അത് നമ്മുടെ മറ്റ് ഏരിയാസിലെ പ്രശ്നം പോലെ, ഇപ്പൊ റീഡിങ്, റൈറ്റിംഗ്, സ്പെല്ലിംഗ് പറഞ്ഞ പോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഏരിയാസിലൊക്കെയുള്ള പ്രശ്നങ്ങളാവാം. നമ്മൾ പറഞ്ഞ പോലെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷനിലൊക്കെ ഇഷ്യൂസ് ഉണ്ടാകാം. അത് ഏതെങ്കിലും രീതിയിൽ അതിന്റെ ഒരു റെമഡിയൽ മാനേജ്മെന്റും ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ചിലപ്പം വലിയ ക്ലാസ് ലെവലിലോട്ട് വരുമ്പം ചിലപ്പം വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളായിരിക്കും വരുന്നത്. അപ്പൊ ഓവറോൾ മാത്സിൽ മൊത്തത്തിൽ ബുദ്ധിമുട്ടാണ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലുമൊക്കെ ഏരിയാസിലായിരിക്കാം. അത് കുട്ടികളനുസരിച്ച് അതിൽ വ്യത്യാസം ഉണ്ട്. ഓക്കെ മാം. അടുത്തൊരു ചോദ്യമുള്ളത് എപ്പിലെപ്സി, ചൈൽഡ്ഹുഡ് ബ്രെയിൻ ട്രോമയും ലേണിംഗ് ഡിസബിലിറ്റിക്ക് കാരണമാകുമോ എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റു രീതിയിലുള്ള പരിമിതികളെ നമ്മൾ പഠന വൈകല്യം എന്നുള്ള രീതിയിലേക്ക് കാറ്റഗറൈസ് ചെയ്യാറില്ല. ഓരോ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾക്കും അതാത് രീതിയിലുള്ള മാനേജ്മെന്റും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളുമായിരിക്കും പോകുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പല കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം ഇതുപോലെയുള്ള കാര്യങ്ങളാവാം. അതായത് റെക്കറന്റ് ആയിട്ടുള്ള സീഷേഴ്സ് വരുന്ന ചിലരിൽ ബുദ്ധിമുട്ട് വരാറുണ്ട്. ചില കുട്ടികൾ അവരുടെ ബൗദ്ധികമായ ഡെവലപ്മെന്റിനെ അത് ബാധിക്കാറുണ്ട്. അപ്പൊ അതുപോലെയുള്ള പ്രശ്നങ്ങളെ നമ്മൾ ആ രീതിയിലായിരിക്കും കാറ്റഗറൈസ് ചെയ്യുന്നത്. എപ്പിലെപ്സി വരുന്നത് കൊണ്ട് നമുക്ക് പഠന പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റത്തില്ല. അതിനെ ആ ഒരു വേറെ രീതിയിലായിരിക്കും നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഓക്കെ മാം, താങ്ക് യു. അടുത്ത ചോദ്യം റീസ മാമിനോടാണ്. കുട്ടികൾ ഒരു പ്രത്യേക വിഭാഗം കാര്യങ്ങളോട് മാത്രം താല്പര്യം കാണിക്കുന്നത് ഇത്തരം ലേണിംഗ് ഡിസബിലിറ്റിയുടെ ഒരു പ്രശ്നമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. റീസ മാം. കുട്ടികൾ ഒരു പ്രത്യേക കാര്യം മാത്രം താല്പര്യം കാണിക്കുന്നത് അത് നമ്മൾ സാധാരണ എല്ലാ കുട്ടികളും ഉണ്ടാവും. പക്ഷെ അത് ലേണിംഗ് ഡിസബിലിറ്റി ആയിട്ട് ഒരു ബന്ധം ഇല്ല മാം. കുട്ടിയുടെ വയസ്സ് എത്രയാണെന്ന് ഒന്ന് അറിഞ്ഞാലും ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ കൂടുതൽ നമ്മൾ കുട്ടികളുടെ അടുത്ത് നിന്ന് നമുക്ക് കാണാൻ പറ്റാം. സോ ഒരു തരം അവർക്ക് ഒരു അട്രാക്ഷനോ, അതായത് നമ്മളിപ്പോ ഒബ്സഷൻസ് എന്ന് പറയും, അതായത് ഒരു കാര്യങ്ങളിൽ മാത്രം, അതായത് ബുക്സോ അല്ലെങ്കിൽ ഒരു കളേഴ്സോ അത് മാത്രമായിട്ട് കൂടുതൽ അവർ ഒബ്സഷൻ കാണിക്കുന്നത് അത് ലേണിംഗ് ഡിസബിലിറ്റി ആയിട്ടുള്ള ഒരു ബന്ധത്തിൽ അത് വരില്ല. അതിന് നമ്മൾ ചിലപ്പോൾ റെപ്പിറ്റേറ്റീവ് ബിഹേവിയേഴ്സ് എന്ന് പറയാം. അത് നമ്മൾ അസസ് ചെയ്ത് കുട്ടിയുടെ ഏജും ആ ഫ്രീക്വൻസി അനുസരിച്ചിട്ടേ നമുക്കത് പറയാൻ പറ്റുള്ളൂ മാം. അത് ഒരു പ്രശ്നമാണോ എന്നുള്ളത്, അത് എത്ര പ്രാവശ്യം അവൻ കൂടുതൽ അതിൽ ക്രേസ് കാണിക്കുന്നു എന്നുള്ളത് അനുസരിച്ചിട്ട് നമുക്ക് അത് ജഡ്ജ് അസസ് ചെയ്ത് പറയാം. ഓക്കെ മാം, താങ്ക് യു. അടുത്തൊരു ചോദ്യം ജുമൻ മാമിനോടാണ്, ചാറ്റ് ബോക്സിൽ വന്നതാണ്. ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുഞ്ഞുങ്ങളിൽ മെഡിക്കേഷൻ എത്ര ശതമാനം ഹെൽപ്ഫുൾ ആയിരിക്കും? അതുപോലെ തന്നെ മറ്റ് ന്യൂറോ ഡെവലപ്മെന്റൽ ഇഷ്യൂസ് ഉള്ളപ്പോഴും മെഡിക്കേഷൻ എത്ര ശതമാനം അവരെ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ് ചോദ്യം. പഠന പരിമിതിക്ക് അസച്ച് മെഡിക്കേഷൻ ഒന്നും കൊടുക്കാറില്ല. ഡോക്ടേഴ്സ് അത് കൊടുക്കാറില്ല. കാരണം ഇതൊരു കണ്ടീഷനാണ്. നമ്മൾ മെഡിക്കേഷനിലൂടെ മാറ്റാവുന്ന ഒരു കണ്ടീഷൻ അല്ല ഇത്.
പിന്നെ നമ്മൾ റെമഡിയൽ ആയിട്ടുള്ള മാനേജ്മെന്റ് ഓരോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൈക്കോളജിസ്റ്റ്, സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജിസ്റ്റ്, OT ഒക്കെ അവരവരുടേതായിട്ടുള്ള ഈ പ്രിവെൻഷൻസിലൂടെയുള്ള മാനേജ്മെന്റ് കൊടുക്കാറുണ്ട്. മെഡിക്കേഷൻസ് ഇതിന് പ്രയോജനപ്രദമല്ല. എന്നാൽ ചില കണ്ടീഷൻസ്, അതായത് അമിതമായ പിരിപിരിപ്പ് പോലെ ഒക്കെ കാണിക്കുന്ന അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് നമ്മൾ ടെസ്റ്റിന് റെഫർ ചെയ്യാറുണ്ട്. അവർ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം ആവശ്യമാണെങ്കിൽ മെഡിക്കേഷൻസ് സജസ്റ്റ് ചെയ്യാറുണ്ട്. താങ്ക് യു മാം. അടുത്തൊരു ചോദ്യം, ലേണിംഗ് ഡിസബിലിറ്റി ആൻഡ് ADHDയുടെ സിംറ്റംസ് ഓവർലാപ്പിംഗ് ആയിട്ട് വരുമ്പോൾ ഡയഗ്നോസിസും ഇന്റർവെൻഷനും ഈ മേഖലയിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രൊഫഷണൽസിന് ഡിഫിക്കൽട്ടീസ് ഉണ്ടാക്കാറുണ്ട്. അപ്പം ആക്യുറേറ്റ് ഐഡന്റിഫിക്കേഷനും ഇന്റർവെൻഷനും എങ്ങനെ നമുക്ക് സാധ്യമാവുന്നുള്ളതാണ്. നമ്മൾ അവരുടെ അസസ്മെന്റ് ചെയ്തതിന് ശേഷം പ്രൈമറി ആയിട്ട് ഏതാണ് കൂടുതലായിട്ടും പ്രശ്നമായിട്ടുള്ളതെന്ന് നോക്കി അതിന്റെ മാനേജ്മെന്റ് ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. ADHD അമിതമായ പിരിപിരിപ്പ് അല്ലെങ്കിൽ അറ്റൻഷൻ ഇഷ്യൂസ് ഉള്ള കുട്ടികൾക്ക് അറ്റൻഷൻ അല്ലെങ്കിൽ പിരിപിരിപ്പ് കൊണ്ട് തന്നെ ചിലപ്പം പഠിത്ത കാര്യങ്ങൾ അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് അവർ പഠിത്തത്തിൽ പിന്നോട്ട് പോവാം. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയാണെന്ന് നമുക്ക് ഇവാലുവേഷനിൽ മനസ്സിലാക്കുകയാണെങ്കിൽ ആ ഒരു ADHDയുടെ മാനേജ്മെന്റ് ആയിരിക്കും പ്രൈമറിലി ഫോക്കസ് ചെയ്യുന്നത്. പ്യോർലി ഒരു അങ്ങനെ ADHD കണ്ടീഷൻ ആണെങ്കിൽ ആ രീതിയിലുള്ള മാനേജ്മെന്റിലൂടെ അറ്റൻഷനും ഹൈപ്പർ ആക്ടിവിറ്റി ഇംപ്രൂവ് ആയി വരുന്നതനുസരിച്ച് അവർക്ക് പഠിത്തത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാനും അതിൽ ഇംപ്രൂവ് ചെയ്യാനും ഒക്കെ സാധിക്കാറുണ്ട്. മാം, അതുപോലെ മറ്റൊരു ചോദ്യം, ലേണിംഗ് ഡിസബിലിറ്റി ഉള്ളവർക്ക് ഉപരിപഠനം എത്ര ശതമാനം സാധ്യമാണെന്നുള്ളതാണ്. ഉപരിപഠനത്തിന് ഒരു തടസ്സമല്ല. അവർക്ക് ഡിസബിലിറ്റി സർട്ടിഫിക്കേഷന് ശേഷം ജെനുവിൻ ആയിട്ടുള്ള കേസുകൾക്ക് അതത് കൺസിഡറേഷൻസ് കിട്ടുന്നുണ്ട്. അപ്പം പഠിത്തത്തിൽ മുമ്പോട്ട് പോവുകയും പ്രൊഫഷണലി ഒക്കെ എത്തുന്നതായിട്ട് നമ്മൾ ഒരുപാട് കുട്ടികളെ കാണാറുണ്ട്. ഓക്കെ മാം, താങ്ക് യു. അടുത്ത ചോദ്യം റെയ്സ മാമിനോടാണ്. കുട്ടികൾക്ക് ഈ പഠനം എത്ര ഇൻട്രസ്റ്റിംഗും എൻഗേജിങ്ങും ആക്കി മാറ്റാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാം പ്ലീസ്. നമ്മളെ കുട്ടികൾക്ക് പഠനം ബുക്കും പെൻസിലും പേപ്പറും അങ്ങനെ ഉപയോഗിക്കുന്ന മുന്നേ തന്നെ നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസ് ബേസ്ഡ് ആയിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ കുട്ടികൾക്ക് 1, 2, 3 അങ്ങനെ നമ്മള് ഫ്ലോറിൽ ഒരു ജസ്റ്റ് ഡ്രോയിങ് പോലെ വരച്ചിട്ട് അതിൽ കൂടെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ക്രോസ് മോട്ട്, അതായത് ചുമ്മാ ജസ്റ്റ് ജമ്പ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ ജസ്റ്റ് ഹോപ്പ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ ABCD വരച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വേർഡ്സ് നമുക്ക് അതിൽ കൂടെ നമുക്ക് നടത്തിക്കാം. സീക്വൻസിങ് നമുക്ക് ഇരുന്ന് തന്നെ പഠിപ്പിക്കണം എന്നില്ല. അതേപോലെ തന്നെ നമ്മൾ ഇരുന്ന് പഠിപ്പിക്കുന്ന സമയത്ത് വേറെ എന്തെങ്കിലും, അതായത് ഒരു എന്താ പറയാ, ഈ അരിയോ അല്ലെങ്കിൽ ഇങ്ങനെ മാവില് നമ്മൾ ജസ്റ്റ് വിരലോണ്ട് നമ്മൾ ഓരോ ലെറ്റേഴ്സ് എഴുതിക്കാം. സോ അതൊക്കെ കുട്ടികൾക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. യൂഷ്വലി കുട്ടികൾക്ക് പേപ്പറും പെന്നും എടുക്കുന്ന സമയത്ത് അവർക്ക് കൂടുതൽ ഇറിറ്റബിലിറ്റി വരാം. സോ അതിനു മുന്നേ തന്നെ നമ്മൾ കുറച്ച് ഒരു ലീഷർ ആക്ടിവിറ്റി ആയിട്ട് ഒന്ന് അവർക്ക് സ്ട്രെസ്ഫുൾ കുറയ്ക്കാനുള്ള ആക്ടിവിറ്റീസ് ആയിട്ട് എന്തെങ്കിലും പസിൽസ് പോലെയോ എന്തെങ്കിലും ജിക്സോ പസിൽസ്, പിന്നെ വേർഡ് സെർച്ച് തന്നെ നമുക്ക് ഈ ബോർഡ് ഗെയിംസിലൊക്കെ വരുന്നുണ്ട്. സോ അതുപോലെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ കുറച്ചും കൂടെ എൻഗേജ് ചെയ്യാം. അടുത്തൊരു ചോദ്യം ജുമൻ മാമിനോടാണ്. മോന് 9 വയസ്സായി. അവൻ LDയുടെ ഭാഗമായാണോ അറ്റൻഷൻ തീരെ ഇല്ല, പിന്നെ സ്വയം ഒന്നും ചെയ്യാതെ ഇരിക്കും. അതായത് പേരൻസ് ഇല്ലാതെ ഒരു കാര്യത്തിലും പങ്കെടുക്കില്ല, വെറുതെ കളിക്കും. കളറിംഗ് പോലും സ്വന്തമായി ചെയ്യാനിരിക്കില്ല. എല്ലാത്തിലും നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ എന്നുള്ളതാണ്. കുട്ടിയെ എവിടെയെങ്കിലും നിങ്ങൾ കൺസൾട്ട് ചെയ്യുകയും എന്തെങ്കിലും രീതിയിലുള്ള മാനേജ്മെന്റ് ഈ കുട്ടിക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ടെന്നൊന്നും പറയാമോ? മുബസ്സിറാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അൺമ്യൂട്ട് ചെയ്തൊന്ന് പറയാൻ സാധിക്കുമോ? അതെ മാം, കൊടുത്തിരുന്നു. സ്പീച്ച് തെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി ഒക്കെ കൊടുത്തിരുന്നു. പക്ഷെ നമ്മള് ആ ഒരു കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ചെയ്യുന്നുണ്ട്. അല്ലാതെ നമ്മളിപ്പോ
എന്താ പറയാ, വീട്ടിൽ വന്ന് പിന്നെ സ്കൂളത്തെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ പോകുമ്പോൾ അവനല്ല സ്വന്തമായിട്ടൊന്നും ചെയ്യുന്നില്ല. നമ്മളെ ഹെൽപ്പില്ലാതെ ഒരു കാര്യത്തിലും നിൽക്കില്ല. ഓക്കെ, അപ്പൊ അത് നമ്മളൊരു ബിഹേവിയർ മാനേജ്മെന്റ് രീതികളായിരിക്കും നമുക്ക് അവിടെ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നത്. നിങ്ങൾക്ക് ഒരു സൈക്കോളജിക്കൽ ഇവാലുവേഷൻ എടുക്കാം. അതിന്റെ ഒപ്പം തന്നെ നമുക്ക് കുട്ടിയെ ഒന്ന് റീഇൻഫോഴ്സ് ചെയ്യുന്ന രീതിക്ക് കുട്ടിക്ക് ഇപ്പം സ്വന്തമായിട്ട് കുട്ടിയുമായിട്ടും കൂടി ഡിസ്കസ് ചെയ്ത് ടൈം ടേബിൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ കുട്ടി നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇനീഷ്യേറ്റീവ് എടുക്കുമ്പോൾ അതിനെ അപ്രിഷിയേറ്റ് ചെയ്യുക തുടങ്ങിയ സ്ട്രാറ്റജീസ് നമുക്ക് ഉപയോഗിക്കാം. എന്നാലും നിങ്ങളൊരു സൈക്കോളജിസ്റ്റിന്റെ സേവനം എടുക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ മാം, താങ്ക് യു. താങ്ക് യു ജുമിൻ മാം. അടുത്തൊരു ചോദ്യം ട്രേസ മാമിനോടാണ്. ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അതായത് ഹി ഹാസ് നോട്ടീസ്ഡ് ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളിൽ ഫിസിക്കൽ ഇഷ്യൂസ് ലൈക്ക് ബാലൻസിങ് ട്രെയിനിങ്ങിനൊക്കെ ചലഞ്ചസ് ഉള്ളതായിട്ട്. അപ്പം അവർക്ക് എന്തെങ്കിലും ടാസ്ക് ബേസ്ഡ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് എങ്ങനെ പരിഹരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ചോദ്യം. ട്രേസ മാം പ്ലീസ്. ഞാൻ ഈ സെഷനിൽ പറഞ്ഞ പോലെ തന്നെ ഈ കുട്ടികൾക്ക് മെയിൻ ആയിട്ട് സെൻസറി പ്രോസസ്സിംഗ് എന്ന് പറയുന്ന ഇഷ്യൂസ് വരാം. അതിലാണ് നമ്മൾ പറയുന്ന പോസ്ചറൽ മോട്ടോർ ഡിസോർഡേഴ്സ്. സോ അത് വരുന്ന സമയത്ത് കുട്ടികൾക്ക് യൂഷ്വലി ഈ ബൈലാറ്ററൽ കോർഡിനേഷൻ എന്ന് പറയുന്ന നമ്മൾ രണ്ട് കൈകൊണ്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ചാടുമ്പോഴോ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കാണാൻ പറ്റും, ഒരു ബാലൻസിന്റെ ഒരു പ്രശ്നം കാണാൻ പറ്റും. സോ അതുകൊണ്ട് നമ്മൾ മാക്സിമം ആയിട്ട് അവർക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നമ്മൾ റൈറ്റിംഗ് ഇഷ്യൂസ് ഉണ്ടെങ്കിലും നമ്മൾ ആദ്യം കുട്ടികൾക്ക് എന്തെങ്കിലും മോട്ടോറായിട്ട് പ്രോബ്ലംസ് ഉണ്ടോ, അവർക്ക് ചാടുന്നതൊക്കെ അപ്രോപ്രിയേറ്റ് ആണോ, ഏജ് അപ്രോപ്രിയേറ്റ് ആണോ, പിന്നെ അവര് ഒരു കാല് പൊക്കിയിട്ട് അവർക്ക് ബാലൻസോട് കൂടി നിൽക്കാൻ പറ്റുന്നുണ്ടോ, പിന്നെ നമുക്ക് കൂടുതൽ ബാലൻസ് ബോർഡ് ആക്ടിവിറ്റീസ് ആണ് കൂടുതൽ നമ്മൾക്ക് അവർക്ക് എൻഗേജ് ചെയ്യേണ്ടത്. സോ യൂഷ്വലി നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. ബിക്കോസ് അവർക്ക് ആ ബാലൻസ് ആൻഡ് കോർഡിനേഷൻ യൂഷ്വലി അത് സെൻസറി പ്രോസസ്സിങ്ങിന്റെ ഒരു പ്രോബ്ലം കാരണം വരുന്നതാണ്. സോ അത് ഉണ്ടാവാം. ലേണിംഗ് ഡിസബിലിറ്റി ചിൽഡ്രനിൽ നമുക്ക് കാണാൻ പറ്റും അങ്ങനത്തെ ഒരു മോട്ടോർ പ്രോബ്ലംസ്, നമുക്ക് ഇഷ്യൂസ് ഫേസ് ചെയ്യാം. സോ അതാണ് നമ്മൾ മെയിൻ ആയിട്ട് അതിൽ വർക്ക് ചെയ്യേണ്ടത് ഫസ്റ്റ് ഫോർമോസ്റ്റ് തിങ്. സോ കൂടുതൽ ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യുക, ഒബ്സ്റ്റക്കിൾ വാക്കിംഗ് പോലെ കൊടുക്കാം, പിന്നെ ബാലൻസ് ബോർഡ് അങ്ങനെ ആക്ടിവിറ്റീസ് കൊടുക്കാം, ജിം ആക്ടിവിറ്റീസ് ഒക്കെ, ജിം ബോൾ ആക്ടിവിറ്റീസ് ഒക്കെ. അടുത്തൊരു ചോദ്യം ജുമിൻ മാമിനോടാണ്. ഡു ലേണിംഗ് ഡിസബിലിറ്റീസ് ആൻഡ് കോമോർബിഡിറ്റീസ് റിഫ്ലക്ട് ഇൻ എ ചൈൽഡ്സ് ക്യാരക്ടർ ഫോർമേഷൻ? അത് ഓരോ കുട്ടികളെ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. കുട്ടിക്ക് കിട്ടുന്ന പേരൻസ് സപ്പോർട്ട്, ടീച്ചേഴ്സിന്റെ സൈഡിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട്, ഏർലി ഇന്റർവെൻഷൻ അതൊക്കെ ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും കുട്ടിയുടെ പേഴ്സണാലിറ്റീസും മറ്റു കാര്യങ്ങളിലും ഇത് റിഫ്ലക്ട് ആകുമോ ഇല്ലയോ എന്നുള്ളത്. നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സും കമന്റ്സും കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കുട്ടിയെ ബാധിക്കും. ഓക്കെ മാം, താങ്ക് യു. പാർട്ടിസിപ്പൻറ്റ് കുറച്ചധികം പേര് നിശ്ചല അവൈലബിൾ ആയിട്ടുള്ള ഓൺലൈൻ കോഴ്സസോ അല്ലെങ്കിൽ ഡിപ്ലോമ പ്രോഗ്രാംസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ വെബ്സൈറ്റിലോ നോക്കിയാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഹായ് മാം, ഗുഡ് മോർണിംഗ്. ചോദിച്ചോളൂ. ഓക്കെ, എന്റെ പേര് ആതിര, ഞാനൊരു സ്റ്റുഡന്റ് കൗൺസിലർ ആണ്. മാം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. എന്റെ ഡൗട്ട് എന്താ വെച്ചാ, എന്റെ സ്കൂളില് ഒരു കുട്ടി 10th ഇപ്പൊ എക്സാം എഴുതി. കുട്ടി ഓൾറെഡി മൈൽഡ് MR ആണ് നമ്മൾ ഡയഗ്നോസ് ചെയ്തിരുന്നു. പക്ഷെ ആ കുട്ടിക്ക് അവർ ട്രൈബൽസ് ആണ് കുട്ടികൾ. ഞാൻ ട്രൈബൽ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ കുട്ടീനെ നമുക്ക് അവരുടെ കമ്മ്യൂണിറ്റിയിൽ സ്റ്റേ ബാക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന കുട്ടികളെ നമുക്ക് വേറെ ഏത് രീതിയിൽ നമുക്ക് അവരെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും? അവർക്ക് അതിന് സ്പെഷ്യലായിട്ട് വേറെ സ്കൂളുകളോ അല്ലെങ്കിൽ ഹോസ്റ്റലുകളോ അല്ലെങ്കിൽ അവരുടെ എഡ്യൂക്കേഷൻ മീൻസ് ഈ അവരുടെ പഠനവുമായി ബന്ധപ്പെട്ട് അവർക്ക് എങ്ങനെ നമ്മൾ സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്നൊരു ഐഡിയ എന്തെങ്കിലും ഉണ്ടോ? ജുമിൻ മാം ഉത്തരം പറയാൻ സാധിക്കുമോ? അതായത് ടീച്ചർ ചോദിക്കുന്നത്
കുട്ടിക്ക് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഡയഗ്നോസ് ചെയ്തതാണ്. അപ്പൊ കുട്ടിയുടെ മറ്റു പ്രശ്നങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള സ്ഥാപനങ്ങളെ പറ്റിയാണോ ചോദിക്കുന്നത്? അതെ മാം, സ്ഥാപനങ്ങളും അറിയണം. നമ്മളിപ്പോ പ്ലാൻ ചെയ്തിട്ടില്ല എങ്ങനെ വെച്ചാൽ കുട്ടി മൈൽഡ് MR നമ്മൾ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് +1 +2 നമുക്ക് അഡ്മിഷൻ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതൊരു എൻക്വയറി വന്നിരുന്നു സ്കൂളിന്റെ ഭാഗത്തുനിന്ന്. അപ്പൊ ഞാനത് എൻക്വയറി ചെയ്തിട്ട് പറയാന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതും അറിയണം. നമുക്ക് ഓൾറെഡി അവർക്ക് വേണ്ടിയിട്ടുള്ള ഹോസ്റ്റലാണ് നമ്മള് SC/ST കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള ഹോസ്റ്റലാണ്. അപ്പോൾ അവിടെ അല്ലാതെ, കാരണം അവിടെ ജനറൽ കുട്ടികൾ, അതായത് SC/ST തന്നെ പഠിക്കുന്ന സാധാ കാറ്റഗറിയിൽ വരുന്ന നോർമൽ ആയിട്ടുള്ള കുട്ടികളാണത്. ഈ കുട്ടിക്ക് മാത്രമേ MR ഡയഗ്നോസ് ചെയ്തിട്ടുള്ളൂ, ഒരൊറ്റ കുട്ടിയേ ഉള്ളൂ. അപ്പൊ ആ കുട്ടിക്ക് സ്പെഷ്യൽ ആയിട്ട് വല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംവിധാനമോ, അല്ലെ നമ്മളെ സ്കൂളിൽ തന്നെ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോന്ന് അറിയോ മാം? മൈൽഡ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റിക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള സ്ഥാപനങ്ങളെ പറ്റി എനിക്ക് അത്രയും അറിവില്ല, സോറി. രജിത മാമിന് മാം ലൈനിലുണ്ടെങ്കിൽ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമായിരിക്കുമോ? അഡ്മിഷൻസ് ഡിസബിലിറ്റി സർട്ടിഫിക്കേഷൻ എടുത്ത കുട്ടികൾ പലവരും മുമ്പോട്ട് +1 +2 ആയിട്ടൊക്കെ അഡ്മിഷൻ എടുക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. മുമ്പോട്ട് +1 +2 മാത്രമല്ല, പലരും ഡിഗ്രിയിലും PGയിലും ഒക്കെ ചെയ്തിട്ടുള്ളതായിട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇതിന് ശേഷമുള്ള പലരെയും മീറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഉണ്ടെന്നുള്ളത് അറിയാം. ഹോസ്റ്റൽ മറ്റ് സർവീസുകളെ പറ്റി, അതായത് അവർക്ക് വേണ്ടി പ്രത്യേകം താമസത്തിനുള്ള സൗകര്യങ്ങളെ പറ്റി എനിക്ക് അത്രയും അറിവില്ല. അതുപോലെ ഞാൻ ചോദിക്കാനുള്ള കാരണം വെച്ചാൽ ആ കുട്ടി നമ്മളിപ്പോ +1 അഡ്മിറ്റ് ചെയ്താൽ പോലും ആ കുട്ടിക്ക് ആ ഒരു ക്ലാസ്സിൽ ഇരിക്കാനുള്ളൊരു മെന്റൽ എബിലിറ്റി ഇല്ല. കാരണം 10ാം ക്ലാസ്സിലെ പരീക്ഷ ഇപ്പൊ നമ്മൾ ആ ഒരു ഏജ് ആയതുകൊണ്ടും എഴുതുക എന്നുള്ളത് കൊണ്ടും മാത്രമാണ് നമ്മളിപ്പോ അത് എഴുതിച്ചിട്ടുള്ളത്. അതും നമ്മൾ സ്ക്രൈബ് വെച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരു കുട്ടീനെ നമ്മൾ +1 അക്കോമഡേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അതൊരു ബുദ്ധിമുട്ടില്ല. അപ്പൊ ആ കുട്ടീന്റെ ഫ്യൂച്ചറും നമ്മൾ കളയാണ്, വേറെ കുട്ടീന്റെ സീറ്റും നമ്മൾ മിസ്യൂസ് ചെയ്യല്ലേ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, അങ്ങനെ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ. ഓക്കെ, സോ ഞാൻ പറഞ്ഞത് നമ്മുടെ അടുത്ത് വരുന്ന ക്ലയന്റിന്റെ ബേസിസിലാണ്. പലവരും മൈൽഡ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഒക്കെ ലേബിൾഡ് ആയിട്ടുള്ള പലരും എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ മുമ്പോട്ട് പോകുന്നതായിട്ടാണ് കണ്ടുവന്നിട്ടുള്ളത്. അവരുടെ കോമ്പറ്റൻസിയെ പറ്റി കമന്റ് ചെയ്യാൻ എനിക്ക് സാധിക്കില്ല. വൊക്കേഷണൽ ആയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമിലൂടെയൊക്കെ അവരുടെ കഴിവിനനുസരിച്ച് മെച്ചപ്പെട്ടു പോകുന്ന ആളുകളുമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ട്രെയിനിങ്ങുകളെ പറ്റി ഒന്ന് അന്വേഷിക്കാവുന്നതാണ്. അത് നമ്മുടെ സർക്കാർ ലെവലിലും ഒക്കെ ചെറിയ രീതിയിലുള്ള വൊക്കേഷണൽ ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ ഉണ്ടല്ലോ, വൊക്കേഷണൽ ട്രെയിനിങ് സെന്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അതിനെ പറ്റിയൊക്കെ ഒന്ന് അന്വേഷിക്കാവുന്നതാണ്. താങ്ക് യു മാം. മാം എന്തെങ്കിലും ഇതിൽ അറിയുവാണെങ്കിൽ എനിക്കൊന്ന് ഡീറ്റെയിൽസ് പറഞ്ഞെന്ന ഉപകാരമായിരുന്നു. പിന്നീട് നിഡാസ് ടീമിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ സോഷ്യൽ വർക്കർ മാഡത്തിന് അതിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ പിന്നീട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചേക്കും. ഓക്കെ, ഞാൻ കോൺടാക്ട് ചെയ്തോളാം. താങ്ക് യു. മാം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മൾ കൂടുതൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് തരാമെന്നാണ്. ഈ നമ്പർ നോട്ട് ചെയ്താൽ മതിയാവും. ഓക്കെ, ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അടുത്തൊരു ചോദ്യം ചാറ്റ് ബോക്സിൽ ജുമിൻ മാമിനോടാണ്. ദ റോൾ ഓഫ് DEIC ഇൻ ലേണിംഗ് ഡിസബിലിറ്റി. ഡിസ്ട്രിക്ട് ഏർലി ഇന്റർവെൻഷൻ പ്രോഗ്രാം, ഡിസ്ട്രിക്ട് ഏർലി ഇന്റർവെൻഷൻ സെന്റർ എല്ലാ രീതിയിലുള്ള പരിമിതികളുള്ള കുട്ടികളെ ഏർലി ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള സർക്കാരിന്റെ സംവിധാനമാണ്. തീർച്ചയായിട്ടും അവിടെ ഉള്ള സേവനങ്ങൾ ഉപയോഗിക്കാം. കൂടുതലായിട്ടുള്ള സർവീസസ് ആവശ്യമാണെങ്കിൽ അവര് മറ്റ് കൺസേൺഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിലേക്ക് റെഫർ ചെയ്യുകയും അതിന്റെ മാനേജ്മെന്റിലേക്കൊക്കെ പോവുകയും ചെയ്യും. പാർട്ടിസിപ്പൻസിന് കൂടുതലായി എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ ഏർലി ഇന്റർവെൻഷൻ സെന്റർ എല്ലാ ജില്ലകളിലും ഉണ്ടോ? ഹലോ, ഉണ്ട്. ഡിസ്ട്രിക്ട് ഏർലി ഇന്റർവെൻഷൻ സെന്ററുകൾ ഉണ്ട് എല്ലാ ജില്ലകളിലും. ഓക്കെ. കൂടുതൽ ചോദ്യങ്ങളൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്നു.
ഇന്നത്തെ നിഡാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ സെഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സെഷൻ കൈകാര്യം ചെയ്ത എല്ലാ പാനൽ മെമ്പേഴ്സിനോടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇതിന്റെ 2ാം ഭാഗം ഉടനെ തന്നെ വരും ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്നതാണ്. അതിന്റെ ഡേറ്റും മറ്റു ഡീറ്റെയിൽസും നമ്മൾ ഉടനെ തന്നെ അറിയിക്കുന്നതായിരിക്കും. താങ്ക് യു.